പൂക്കോട്ടെ കൊലയാളികൾ ആരാണ്? കോളേജ് എന്താ രാക്ഷസക്കോട്ടയോ? SFIക്ക് പങ്കില്ലേ? ക്രൂരതയ്ക്ക് കൂട്ടുനിന്നത് ആരെല്ലാം? ഈ ചോദ്യങ്ങളാണ് ഈ നാട് മുഴുവൻ ഈ വൈകുന്നേരം ചോദിക്കുന്നത്. 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അന്യായമായി നമ്മുടെ നാട്ടിൽ കൊല്ലപ്പെട്ടുവെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് ഈ നാട്ടിൽ. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ ജയപ്രകാശ്, സിദ്ധാർത്ഥന്റെ അച്ഛൻ, ശ്രീ M ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ റിജിൽ മാക്കുറ്റി, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPMന്റെ പാനലിസ്റ്റുകളില്ല. ഇന്ന് ഗവർണർ വിഷയം ചർച്ചയാവുകയാണെങ്കിൽ മാത്രമേ CPMന്റെ അതിഥികൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷയം ഏതു ചർച്ച ചെയ്യണമെന്നുള്ളതൊരു മാധ്യമം തീരുമാനിക്കേണ്ടതാണ്. അതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാടിന്റെ പ്രതീക്ഷയായി വളരേണ്ട ഒരുവൻ, പല ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിൽ നിയമമുണ്ട്. നിയമത്തിന് സംരക്ഷിക്കാൻ കഴിയാതെ പോയതാണ് ആ ജീവനെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടതുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഈ വിഷയം എന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ശ്രീ ഫക്രുദ്ദീൻ അലി, എന്നെ അമ്പരപ്പിക്കുന്നതും പേടിപ്പിക്കുന്നതും എന്തുകൊണ്ടാണ് 3 ദിവസം തുടർച്ചയായി 3 ദിവസം നീണ്ടുനിന്ന പീഡനങ്ങളെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ ഇത്ര വലിയ പീഡനത്തിന് ഇരയാകുന്നു എന്ന വിവരം പുറം ലോകം അറിയാതെ പോയത് എന്നാണ്? അതിന് 2 കാരണങ്ങളുണ്ടാവും. പണ്ട് സൂര്യനെല്ലി കേസ് വന്ന സമയത്ത് ആ പെൺകുട്ടി ക്ഷേത്രത്തിൽ പോയി അന്നപ്പം രക്ഷപ്പെട്ടുകൂടാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഈ 18-20 വയസ്സുള്ള ഇപ്പം നമ്മളെന്നും കാലഘട്ടം പോലല്ല. ഇവരെ നമ്മൾ പാരൻറ്റിങ് വല്ലാത്തൊരു പ്രോസസ്സാണ്. അപ്പോൾ എൻ്റെ വാപ്പ പണ്ട് റേഷനരി പോലെ 1-2 പിള്ളേരേ ഉള്ളൂ. ഇപ്പോൾ അവരെ നമ്മൾ അങ്ങനെ വളർത്തുക, അവർക്ക് മാനസികമായ മച്ചൂർത്തി എത്തിയിട്ടില്ല. അപ്പോൾ 2 കാരണങ്ങളും. ഒന്ന്, ഗൺ പോയിന്റിലായിരിക്കും ഈ കുട്ടി. അമ്മ വിളിക്കുന്ന സമയത്തെല്ലാം ഗൺ പോയിന്റ് ഗണ്ണാണോന്നില്ല, ഞാൻ പറഞ്ഞത് പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. അമ്മ വിളിക്കുവാടാ നീ പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ അമ്മയെ കൂടി വിഷമിപ്പിക്കേണ്ട. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ നടന്ന ഹരാസ്മെൻ്റാണ് കാരണം. അവൻ്റെ കാരണം എന്ന് വെച്ചാൽ അവന് വീട്ടിൽ പോയി പറഞ്ഞാൽ അമ്മ പോവും, പിന്നെ അമ്മേനെ ആ ടീച്ചർ ഹരാസ് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. ഒരു പ്രധാനപ്പെട്ട ഒരു ടീച്ചറിൻ്റെ ഒരു എഴുത്തുകാരിയുടെ മോനാണ്. അപ്പം ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, കുട്ടികൾ എന്തുകൊണ്ട് ഫ്രണ്ട്സ് അറിയിച്ചില്ല. അവർ കൂട്ടമായി നിൽക്കുമ്പോൾ അവർ കൂട്ടമാണ്. പക്ഷേ അവരേതെങ്കിലും സംഘടിത വിദ്യാർത്ഥി സംഘടന, അതായത് ഞാൻ കൃത്യമായി പറയുന്നു, ഇന്നത്തെ ABVP-യോ SFI-യോ അതിൻ്റെയൊക്കെ സജീവ പ്രവർത്തകരല്ലെങ്കിൽ അവരെ നിങ്ങൾ സിംഗിൾഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ കൂട്ടത്തിൽ പുറത്താണ്. അവർക്ക് ഇത് തന്നെ സംഭവിക്കാം. അവർ ഇതേപോലെ വേട്ടയാടപ്പെടാം. ആ ഒരു പേടിയാണ് സത്യത്തിൽ. എനിക്ക് ഈ കേസ് കൊണ്ട് തോന്നി, എനിക്ക് ജീവിച്ചിരിക്കുന്നത്, ഇത് കേട്ടപ്പോൾ തോന്നി ജീവിച്ചിരിക്കുന്നതിൽ എനിക്കിത് നാണക്കേടോ, എന്തിനു ജീവിച്ചിരിക്കുന്നു നമ്മളൊക്കെ ഇങ്ങനെ? നമ്മളെ ചുറ്റും എന്തൊക്കെ കേസുകൾ നടക്കുന്നു? ഏത് കേസാണ് അവിടെ ശിക്ഷിക്കപ്പെട്ടത്? ഏത് കേസാണ് പ്രോപ്പറായിട്ട് അന്വേഷിക്കപ്പെട്ടത്? എന്നിട്ട് നമ്മൾ വലിയ പ്രബുദ്ധത പറയുന്നു, എന്തൊക്കെ നമ്മൾ പറയുന്നു. ഇത് നാളെ നമ്മളെ വീട്ടിൽ സംഭവിക്കാം. അന്നപ്പോൾ നമ്മൾ ഈ കൂട്ടത്തിൻ്റെ ഭാഗമായി നിശബ്ദരായി നിൽക്കും. സത്യത്തിൽ നമ്മളെയൊക്കെ പ്രതീക്ഷയോട് നോക്കി നമ്മളെ വീട്ടിൽ കാത്തു നിൽക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടാണ്. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ, പണ്ടത്തെ നമ്മളെയൊക്കെ മനസ്സിൽ നമ്മൾ വീണ്ടും ജനിച്ചു പോവുകയാണ്. എവിടുന്നെങ്കിലും ഒരു തോക്ക് സംഘടിപ്പിച്ച് ഇങ്ങനെയുള്ള പ്രതികൾ 4-5 എണ്ണത്തിനെ പണ്ടൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നിട്ട് ആ കുട്ടിയുടെ അച്ഛൻ ആ കൊലപാതകയെ വേട്ടയാടി കൊന്നിരുന്നു. ചെയ്യേണ്ട അവസരം മനുഷ്യന്മാർ ചിന്തിച്ചു പോകുന്ന അവസ്ഥയാണ്. പലരും അത് ചെയ്യാത്ത എന്തുകൊണ്ടാണോ? വീട്ടിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ച ആളുകൾ നിൽക്കുന്നുണ്ട്, അവരെ മുഖം നമ്മളുള്ളതുകൊണ്ടാണ്. ഓക്കെ, ശ്രീ ജയപ്രകാശ്, അങ്ങേക്ക് തുടർച്ചയായി ഈ സംഭവത്തിലേക്ക് കേരളത്തിന്റെ ശ്രദ്ധയെ ക്ഷണിക്കേണ്ടി വന്നിട്ടുണ്ട്. തുടർച്ചയായി എൻ്റെ മകന് അനീതി ഉണ്ടായിട്ടുണ്ട് എന്ന് അങ്ങ് നിരന്തരം പറഞ്ഞതിന് ശേഷമാണ് ഇത്രയധികം വലിയ വാർത്തയായി ഇത് വരുന്നതും കേരളത്തിന് മുഴുവൻ ശ്രദ്ധയിലേക്ക് വരുന്നതും. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമൊക്കെയുണ്ട്. എന്തുകൊണ്ടാണ് ഇതറിയാതെ പോയത്? ഈ 3 ദിവസവും, അതായത് സിദ്ധാർത്ഥനെ രക്ഷിക്കാൻ കഴിയുന്ന മണിക്കൂറുകളിലൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ പോയത്? അതിലുണ്ടായ ഒരു മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥൻ്റെ കൂട്ടുകാർ തന്നെയാണ്, ക്ലാസ്മേറ്റ്സും റൂംമേറ്റ്സും അവർ തന്നെയാണ് ഇതിന് കൂട്ടുനിന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഫസ്റ്റ് പ്രശ്നം ആദ്യത്തെ പോയിൻ്റ് അതാ. അത് കഴിഞ്ഞ് സീനിയേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ കൂട്ടുനിന്നത് റൂംമേറ്റ്സും ക്ലാസ്മേറ്റ്സും അവർ തന്നെയാണ് പ്രതികൾ. അവരും കൂടെയാണ് പ്രതികൾ. ആ പ്രതികളെ പിടിച്ചു വന്നു, ആ പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഒരു പ്രതിയെ പിടിച്ചു, അടുത്തൊരു പ്രതി ലിസ്റ്റിലുണ്ട്, ആദ്യത്തെ ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം സംശയമൊന്നും ഉണ്ടാവാത്തത്. സിദ്ധാർത്ഥനെ 3 ദിവസമായിട്ട് കോൾ ചെയ്യുമ്പോൾ, സിദ്ധാർത്ഥൻ്റെ അമ്മ കോൾ ചെയ്യുമ്പോൾ സിദ്ധാർത്ഥൻ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ കൂട്ടുകാരനെ വിളിക്കുന്നു, അക്ഷയ് എന്നുള്ള കൂട്ടുകാരനെ വിളിക്കുന്നു. അക്ഷയ അവൻ്റെ അമ്മ വിളിച്ചിട്ട് മോനെ സിദ്ധാർത്ഥനെവിടെ ഒന്ന് കോൾ കൊടുക്കൂ, അല്ലെ ഫോൺ വിളിക്കാൻ പറ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സിദ്ധാർത്ഥൻ തിരിച്ചു വിളിക്കുന്നു. 2 വാക്ക്, അമ്മ ഓക്കെ ഞാൻ കിടക്കുന്നു, അത്രയും.
ഈ മൂന്ന് ദിവസം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പോഴമ്മ വിശ്വസിക്കുന്നു, കൂട്ടുകാരെ വിശ്വസിക്കുന്നു. കൂട്ടുകാർ നല്ല കൂട്ടാണ് അവരുമായിട്ട്, അമ്മയായിട്ട് ആൻറ്റി എന്നൊക്കെ വിളിച്ചിട്ട് നല്ല കൂട്ടാണ്. അപ്പോൾ അമ്മ സംശയിക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇത് തന്നെയാണ് കൂടെ ഒരു വർഷവും രണ്ടാമത്തെ വർഷം കൂടെ നിന്ന കൂട്ടുകാരനാണ് ചതിച്ചേക്കുന്നത്. ഈ 3 കൂട്ടുകാർ. മകൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ ഞാൻ ആരോപണമല്ല, എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് അന്വേഷണ ഉദ്യോഗസ്ഥരോടത്തും പറഞ്ഞു. അവൻ്റെ റൂമിലുള്ള കൂട്ടുകാർ അക്ഷയ്, റഹാന്, ഡാനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടുകാർ എൻ്റെ അവിടെ വന്നിട്ടുള്ള ഇവിടെ മകൻ്റെ ഡെഡ് ബോഡിയുടെ കൂടെ വന്നതല്ല, ഡെഡ് ബോഡി കാണാൻ വന്ന കൂട്ടുകാർ എന്നോട് പറഞ്ഞതാണ് ഈ 3 പേരും. പിന്നെ സിൻജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാരൻ. സിൻജോ ആയിരുന്നു എനിക്കറിയില്ലായിരുന്നു. പിന്നെ സസ്പെൻഷൻ ഓർഡർ വന്നപ്പോഴാണ് ഈ സിൻജോ എന്ന് പറഞ്ഞ ആളും ഇതിലുണ്ട്. ആദ്യം വന്ന എല്ലാ പേരും ഈ SOPയിലുള്ളവരായിരുന്നു പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ഈ ആരോപണം പോലെ ഞാൻ കേട്ടു. പിന്നെ ഈ 12 പേരെ സസ്പെൻഷൻ ഓർഡർ വന്നു. പത്രത്തിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. ഈ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട്, ഒറ്റ യൂണിറ്റേ ഉള്ളൂ അവിടെ SFIയുടെ. യൂണിറ്റ് സെക്രട്ടറി എല്ലാ ഭാരവാഹികളാണ്, പ്രവർത്തകരുമല്ല, വെറും പ്രവർത്തകരല്ല, വെറും അനുഭാവികളല്ല, ഭാരവാഹികളാണ്. അതാ ഏറ്റവും രസം. അപ്പോൾ പിന്നെ അവരെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് അവിടുന്ന് കൃത്യമായിട്ട് വിവരം, അവൻ്റെ നല്ലവരായ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, നല്ല ടീച്ചേഴ്സും ഉണ്ട്. അവർ കൃത്യമായിട്ട് വിവരങ്ങൾ നമുക്ക് തന്നു. അമ്മ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? കടുത്ത ഭീഷണിയുടെ കീഴിൽ നിന്നുള്ളതുകൊണ്ടാണോ സിദ്ധാർത്ഥന് ഈ വിവരം കുടുംബത്തെ അറിയിക്കാൻ കഴിയാതെ പോയത്? തീർച്ചയായും കടുത്ത ഭീഷണി ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ക്രൂരമായ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 3 ദിവസം വരെ പഴക്കമുള്ള അവൻ ആന്തരികമായിട്ട് അവൻ മുറിവുണ്ടായിരുന്നു. അപ്പം മനസ്സിലായി വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം അവരുടെ കസ്റ്റഡിയിലാണ്. ഈ ഫോൺ ഉൾപ്പെടെ അവരുടെ കസ്റ്റഡിയിലാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ അവർ പറയും ഇത്ര കാര്യം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാനിവിടെ അല്ലെങ്കിൽ സുരക്ഷിതമാണെന്നല്ല, ഞാൻ കുളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ കഴിക്കാൻ പോകുന്നു, ഞാൻ കിടക്കാൻ പോകുന്നു, ഇത്രയും പറയുക, ഫോൺ വയ്ക്കുക. അതുകൊണ്ട് അവനൊന്നും പറയാൻ പറ്റിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേറെ കൊടിയ പീഡനം വീണ്ടും ഉണ്ടാവും. ഇത്ര പേര് ഈ 10-20 പേരെ വളഞ്ഞു നിൽക്കുന്നു അതിന് ശേഷം അറിഞ്ഞത്, അവൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും അവൻ്റെ ടീച്ചേഴ്സിൽ നിന്നും അറിയുന്നത്. 10-20 പേരെ ഇറങ്ങി നിന്നിട്ടാണ് അവനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കസ്റ്റഡി ഉറപ്പായിട്ട് ഞാൻ 100% വിശ്വസിക്കുന്നു. അവനെ കസ്റ്റഡിയിൽ വെച്ച് ആ സമയത്ത് അവരുടെ കസ്റ്റഡിയിലായിരുന്നു. എല്ലാവർക്കും അറിയാം ഈ കാര്യം, എല്ലാവർക്കും അറിയാം. ജയപ്രകാശ്, സിദ്ധാർത്ഥന്റെ കൂട്ടുകാർ അങ്ങയോട് വിവരം പറഞ്ഞവരൊക്കെ അങ്ങയോട് പറഞ്ഞത് എന്താണ്? അതായത് ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത എന്ത് സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്? വിദ്യാർത്ഥികളിൽ ചിലർ പറഞ്ഞു, പിന്നെ ഞങ്ങൾ അറിഞ്ഞത് കൊന്നതാണെന്ന് പറഞ്ഞാൽ തീർത്ത് കളയും, തലയെടുത്ത് കളയും എന്നൊക്കെയാണ്. അതെ, അത് എന്നോട് പറഞ്ഞത് അവിടെ നിന്ന് വന്ന കുറച്ച് അവൻ്റെ കൂട്ടുകാർ. ഞാനിവിടെ വന്ന് മകൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് ഞാനിവിടെ തന്നെ കൊണ്ടുപോയി സംസ്കരിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എനിക്കത് കാണാൻ വയ്യ. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു, ഒരു കസേരയിലിരുന്നു. അപ്പോൾ എൻ്റെ ഇളയ മകനാണ് കൊണ്ടുപോയത്, ഡെഡ് ബോഡി അവർ അനുഗമിച്ച് കൊണ്ടുപോയത് അതിൻ്റെ ചടങ്ങുകളെല്ലാം തീർക്കാനായിട്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ്റെ കുറച്ച് കൂട്ടുകാർ വരുന്നത് കണ്ടു. സിദ്ധാർത്ഥൻ്റെ കൂട്ടുകാരെന്ന് അറിയില്ല, കുറച്ച് കുട്ടികൾ വരുന്നു, 10-15-20 കുട്ടികൾ വരുന്നു, വീട്ടിനകത്ത് കയറിപ്പോയി. അത് ഞാൻ കണ്ടു. കുറച്ച് കഴിഞ്ഞിട്ട് 2 പെൺകുട്ടി, ഒരാണും ആൺകുട്ടിയാണെന്ന് തോന്നുന്നു, എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തോളിൽ കെട്ടിപ്പിടിച്ച് എൻ്റെ കഴുത്തിലും പിടിച്ചിട്ട് എൻ്റെ ചെവിയിലൊന്ന് ചോദിച്ചു, അങ്കിള് സിദ്ധാർത്ഥൻ്റെ അച്ഛനാണ്, തലയാട്ടി. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, എനിക്ക് സിദ്ധാർത്ഥൻ്റെ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ ഈ കാര്യം പറഞ്ഞിട്ട് പോകണം, ഞങ്ങൾക്ക് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ജീവിതകാല അവസാനം വരെ നമുക്കൊരു സമാധാനം കിട്ടില്ല. അത് കുട്ടികളിങ്ങനെ പറയുന്നു. ഞാൻ പറഞ്ഞ എന്താ മക്കളെ, പറഞ്ഞോ, കുഴപ്പമില്ല, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ വായിൽ നിന്നൊന്നും വരുന്നില്ല, ഞാൻ ഇത്രയും ഇങ്ങനെ മൂളി കേട്ടുകൊണ്ടിരുന്നിട്ട് പറയുക. അപ്പോഴാണ് പറഞ്ഞത്, അടുത്ത വാക്കാണ് പറയുന്നത്, അങ്കിളെ പറഞ്ഞ സിൻജോ തല വെട്ടു എന്ന് പറഞ്ഞു. സിൻജോ പറഞ്ഞു തല വെട്ടുമെന്ന്. അപ്പോൾ എനിക്കറിയില്ല ഇത് ആരാണ് ഈ സിൻജോ എന്ന്. അടുത്ത് പറഞ്ഞു, ഈ കോളേജിൽ നടന്ന കാര്യം അവിടെ വീട്ടിൽ ചെന്ന് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തം തീർത്തും എന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. ഈ 2 കാര്യം പറഞ്ഞു. സിൻജോ തലവെട്ടു എന്ന് ആദ്യം പറഞ്ഞു, കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ട് പുറത്ത് പറഞ്ഞാൽ പഠിത്തം ഇവിടെ നിൽക്കും, മര്യാദയ്ക്ക് പോയിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോഴൊരു കാര്യം പറയുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല പറഞ്ഞോന്ന് പറഞ്ഞു.
എനിക്ക് അവിടുന്ന് കസേരയൊന്നും ഇരിക്കാൻ വയ്യ. മകൻ്റെ ബോഡി കൊണ്ടുപോയിട്ട് 10-15 അല്ല അരമണിക്കൂർ തന്നെ ആവണുള്ളൂ. അപ്പോൾ എനിക്ക് അനങ്ങാൻ വയ്യായിരിക്കാം. അപ്പോഴാണ് അവർ പറഞ്ഞത് അങ്ങളെ സിൻജോയും അവൻ്റെ ഫ്രണ്ട്സും അക്ഷയും റഹാനും ഡാനിഷും ചേർന്നിട്ടാണ്. അപ്പോൾ ഈ അക്ഷയ് റഹാൻ ഡാനിഷ് പേര് എനിക്ക് മുമ്പേ അറിയാം. ചിലപ്പോൾ ഡാനി എന്ന് പറയും, ചിലപ്പോൾ ഡാനിഷ് എന്ന് പറയും. ഈ 3 പേരും എനിക്ക് നല്ലവണ്ണം അറിയാം. അതിൽ 3 പേരും ഇവൻ്റെ റൂംമേറ്റ്സാണ്, ക്ലാസ്മേറ്റ്സും റൂംമേറ്റ്സാണ് മോൻ്റെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോഴേ പറയും അക്ഷയുടെ കൂടെ ഞാൻ അവിടെ പോകുന്നു. അവരെല്ലാം ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ അക്ഷയ് റഹാനും ഡാനി എന്നൊക്കെ പറയുന്നത് ഈ വീട്ടിൽ വന്നിട്ട് 2 ആഴ്ച മുമ്പ് വന്ന് 2 മാസം മുമ്പ് വന്നതാണ്. അവൻ്റെ അമ്മയെ നാഗാനമഞ്ച് കഴിച്ച് ഇവിടെ നാട്ടിൽ കൊണ്ട് കാണിച്ച് എല്ലാം ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് ആ പേര് എനിക്ക് നല്ലവണ്ണം അറിയാം. സിൻജോയും ഫ്രണ്ട്സും അക്ഷയും റഹാനും ഡാനിയും കൂടെ ചേർന്ന് റൂമിലിട്ട് തീർത്താണെങ്കിലെ എന്നിട്ട് തൂക്കിയതാണ്. ഇത്രയും പറഞ്ഞിട്ട് പോയി, വേറെ ഒന്നും പറഞ്ഞില്ല. എങ്ങനെയാണ് അതുവരെ എനിക്കൊന്നും അറിയില്ല. റാഗിങ് നടന്നോ, അവിടെ അടി നടന്നോ, ഇവിടെ നടന്നോ, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഗൾഫിൽ നിന്ന് വന്നേ ഉള്ളൂ. ഇത് അറിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് അങ്ങ് ഇരിക്കുക. അതിനു മുമ്പ് ഞാൻ ആരുമായിട്ടും കോൺടാക്ട് ചെയ്യില്ല. മകൻ്റെ ബോഡി ആ 20-ാം തീയതി കൊണ്ടുവന്നേ ഉള്ളൂ. 20-ാം തീയതി കൊണ്ടുവന്നപ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വെളിയിറങ്ങിയത്. ഇത്രയും പറഞ്ഞിട്ട് പോയി, തീർത്ത് കളയും. എന്നോ പിന്നെ റിക്വസ്റ്റ് ചെയ്ത് കേസ് വിട്ടുകളയല്ലേ, അവൻ തൂങ്ങിയതല്ല, അത് ചെയ്തതാണ്. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്നത്. 3 ദിവസം മുതൽ പീഡനമായിരുന്നു. അവനെ പാറപ്പുറത്ത് തന്നെ പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നു. കാലിൽ കെട്ടി വലിച്ചഴിച്ചുകൊണ്ട് പോയി. ക്ലിയറായിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്ന് അവന് സ്നേഹമുള്ള കൂട്ടുകാർ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഫുള്ള് പ്രൂഫ് നമ്മളതിലുണ്ട്. അത് എൻ്റെ അളിയൻ്റെ കയ്യിലുണ്ട്. ശരി, പറഞ്ഞിട്ടുള്ളതിനും വിളിച്ചിട്ടുള്ളതിനും തന്നിട്ടുള്ളതിനും എല്ലാം പാറപ്പുറത്ത് കൊണ്ടുപോയി അടിച്ചു. ശരി, ശ്രീ ജയപ്രകാശ്, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. ശ്രീ എം ജയചന്ദ്രൻ, നമുക്ക് നമ്മുടെ ഭാവി തലമുറയെക്കുറിച്ച് വലിയ അഭിമാനമാണ്. നമുക്ക് നമ്മുടെ വിദ്യാർത്ഥി നേതാക്കളെ പറ്റി, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ പറ്റിയൊക്കെ നല്ല അഭിമാനമാണ്. എങ്ങനെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർ ഷോ പറയുന്നത് 4 പേരെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്, ഇത് SFIയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാകാത്തത്, വേണമെങ്കിൽ നമുക്ക് പറയാം സമൂഹത്തിന്റെ പരിച്ഛേദമാണ് രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ ഈ പറയുന്ന സമൂഹത്തിലെ എല്ലാ പ്രവണതകളും ഉള്ളവർ അതിനുള്ളിൽ ഉൾപ്പെടും എന്നൊക്കെ. 4 പേരാണ് പാർട്ടിക്ക് പുറത്താക്കേണ്ടി വന്നത്. എങ്ങനെയാണ് SFIക്കുള്ളിൽ ഈ ക്രിമിനൽ വാസനയുള്ളവർ നേതാക്കളായി വന്നത് എന്നതൊരു ചോദ്യം. രണ്ടാമത്തേത്, SFI ഭരിക്കുന്ന ഒരു ക്യാമ്പസിൽ SFIയുടെ യൂണിയൻ അംഗങ്ങൾ അടക്കം ഉൾപ്പെടുന്ന ഇത്രത്തോളം നീചമായ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ തന്നെ പരാജയപ്പെട്ടു പോകുന്നില്ല ആ സംഘടന? പിന്നെ മധു വളരെ വല്ലാതെ ഉള്ളുലയ്ക്കുന്ന ഒരു അവസാനമാണ് ആ കുട്ടിക്കുണ്ടായത്. ഒരു സംശയമില്ലാതെ അതിനെ സംബന്ധിച്ച് മറ്റൊന്നും മനസ്സുകൊണ്ട് പ്രതികരിക്കാൻ കഴിയില്ല. അത്രമേൽ ദാരുണമായ ഒരു അന്ത്യമാണ് സിദ്ധാർത്ഥന് ഉണ്ടായത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ, ഏത് വിദ്യാർത്ഥി സംഘടനയുടെ, ഏത് സർക്കാരിൻ്റെ കീഴിൽ എന്നുള്ളതൊന്നും നോക്കാതെ തന്നെ ഇക്കാര്യത്തിൽ കർശനമായ നടപടി ഉറപ്പായും ഉണ്ടാകേണ്ടതുമാണ്. ഇക്കാര്യത്തിൽ പിന്നെ ഈ മാധ്യമങ്ങളുടെ ഒരു പ്രതിരോധം കേരളത്തിൽ വളരെ ഗംഭീരമായി നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ തന്നെ, ആ നിലവാരത്തിൽ തന്നെ മാധ്യമങ്ങളുടെ ഒരു പ്രതിരോധം, ജാഗ്രത എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഒരു പ്രതിരോധം ഇക്കാര്യത്തിൽ സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യവുമാണ്. അതിന് സമീപകാലത്തൊന്നും മാധ്യമങ്ങൾ ഉയർത്താത്ത സക്രിയമായ വളരെ പോസിറ്റീവായിട്ടൊരു പ്രതിരോധം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉയർത്തിയത്. അത് അടിവരയിട്ട് തന്നെ പിന്നെ പറയേണ്ടതുമാണ്. അത് പിന്നെ ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞത് ഓരോ വാക്കും അത്രമേൽ ഈ ഹൃദയസ്പർശിയായ വിവരണങ്ങളാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അതിനെ ആ നിലയ്ക്ക് തന്നെ നമുക്ക് ഉൾക്കൊള്ളാനും പ്രതികരിക്കാനും കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല, അതിലൊന്നും ഒരു വിയോജിപ്പുമില്ല. പൂർണ്ണമായിട്ട് യോജിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് മധു ചോദിച്ചതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ SFIയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പസിൽ ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായി ഉയരുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇതൊരു വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് ദയവായി നമ്മളാരും കാണാതിരിക്കണം. അതൊരു പ്രശ്നമുണ്ട് കേട്ടോ.
കാരണം ഇത് റാഗിംഗ് ആണ്. റാഗിംഗ് എന്ന് പറഞ്ഞാൽ കാലങ്ങളായി നമ്മളുടെ ക്യാമ്പസുകളിൽ നിലകൊള്ളുന്ന ഒരു ദുരാചാരം തന്നെയാണ്. എത്രമേൽ ഭീകരമാണ് ആ ദുരാചാരം എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് അല്ല. കാരണം ഈ കുട്ടിയുടെ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടി 2ാം വർഷ വിദ്യാർത്ഥിയാണ്. 1ാം വർഷത്തിൽ ആദ്യമായി ആ കോളേജിലേക്ക് പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥിയല്ല. ഈ കുട്ടിയുടെ സഹപാഠികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അത് റാഗിംഗ് ആകുന്നത്? നമ്മൾ റാഗിംഗ് എന്ന് പറയുന്ന ദുരാചാരത്തെ പറ്റി അതിനെ ഖണ്ഡിക്കാൻ, അതിനെ വിമർശിക്കാനുള്ള ഒരു അവസരമായി എടുത്ത് സമയം കളയാമെന്നുള്ളതല്ലാതെ ഇതിന്റെ യാഥാർത്ഥ്യത്തോട് അത് ചേർന്ന് നിൽക്കുന്നതല്ല. അല്ല, ഇത് റാഗിംഗ് അല്ലാതെ എന്താണ് എന്നുള്ളത് മാധു പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂ. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. എൻ്റെ ബോധ്യത്തിലുള്ള കാര്യങ്ങളിൽ എനിക്ക് പറയാൻ കഴിയൂ. ഞാൻ സഹപാഠികൾ ഉൾപ്പെടുന്ന റാഗിംഗ് അങ്ങനെ ഒരു അനുഭവം അങ്ങേക്ക് മുൻപുണ്ടോ? ശ്രീ എം ജയചന്ദ്രൻ, അങ്ങനെയുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മളെ റാഗ് ചെയ്യാറുണ്ടോ? ഏതാണ്? നമ്മുടെയൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മളെ റാഗ് ചെയ്യാറുണ്ടോ? ഏതാണ്? 2ാം വർഷ വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയാകാറുണ്ടോ? അങ്ങനെ ഒരു ബോധ്യത്തിൽ ഒരു കാര്യം പറയുമ്പോൾ ആ ബോധ്യത്തിന് വേണമല്ലോ. ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാനേ ഇത് മാധു ഇങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രം പറയുകയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാനിപ്പോൾ ഇവിടെ ന്യായീകരിക്കാനോ ഒന്നും പറയുകയല്ല. മാധു ഈ ചോദ്യത്തിൽ വന്നതുകൊണ്ട് മാത്രം പറയുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം 24-ന് ബംഗാൾ ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഒരു പത്രക്കുറിപ്പ് ഇറങ്ങിയിരുന്നു. ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയുടെ റാഗിങ്ങിനെ നേരിട്ട് അവസാനം നിൽക്കക്കളിയില്ലാതെ ആത്മഹത്യ ചെയ്തൊരു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാളിയായ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് നമ്മുടെ ISRO ചെയർമാൻ ഉണ്ടല്ലോ ഡോക്ടർ സോമനാഥിനോട്, ISROയോടാണ് അത് ആവശ്യപ്പെടുന്നത്. രാജ്ഭവൻ പത്രക്കുറിപ്പായിട്ട് തന്നെയാണ് ഇറക്കുന്നത്. ഇത്തരം റാഗിങ്ങുമായിട്ടും റിലേറ്റഡ് കേസുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാര്യക്ഷമമായ ഒരു സർവൈലൻസ് നടപ്പാക്കാൻ വേണ്ട കാര്യങ്ങൾ ISROയുടെ നേതൃത്വത്തിൽ ചെയ്യണം എന്ന് ബംഗാൾ ഗവർണറുടെ രാജ്ഭവനിൽ നിന്ന് ഓഗസ്റ്റ് 24-ന് രാത്രി ഒരു വിജ്ഞാപനം വരികയാണ്, ഒരു പ്രസ് റിലീസ് വരികയാണ്. ഞാൻ മധുവിൻ്റെ ആ ചോദ്യം വന്നുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് പറയുകയില്ല. അതുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ കേരളത്തിലെ ക്യാമ്പസുകൾ മാത്രമല്ല, ഇന്ത്യയിലെ പല ക്യാമ്പസുകളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിന് UGCയുടെ ആണല്ലോ ഈ ആൻറ്റി റാഗിംഗ് സെല്ല് വന്നിട്ടുള്ളത്. 2009 മുതൽ UGC ആണ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. UGC ഇൻസിസ്റ്റ് ചെയ്യാൻ കാരണം സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ആ വർഷം തന്നെ ചോദ്യത്തിനുള്ള ഉത്തരമല്ല. ഈ പറയുന്ന സർക്കുലറിൽ സ്വന്തം ക്ലാസ്സിലെ കുട്ടികൾ റാഗ് ചെയ്തു എന്നൊരു സംഭവം പറയുന്നില്ലല്ലോ, അല്ലെ? എനിക്കറിയാത്തൊരു സർക്കുലറാണ് ഞാൻ ചോദിച്ചത്. ഇതൊരു റാഗിംഗ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ കുട്ടിയുടെ സഹപാഠികൾ ഉൾപ്പെടെ അതിൽ കൂട്ടുനിൽക്കുന്നത് എന്ന ചോദ്യമാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ വെച്ചത്. അങ്ങ് അതിന് ബംഗാളിലെ ഒരു സർക്കുലർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ സമാനമായ കാര്യമില്ല. റാഗിംഗ് കേരളത്തിൽ നമ്മൾ ബംഗാളിലൊന്നും പോകേണ്ട കാര്യമില്ലെന്ന് നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. റാഗിങ്ങിനിടയായി കുട്ടികൾ മരിക്കാറുണ്ട്. പക്ഷെ ഇത് റാഗിംഗ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം സഹപാഠികൾ അധികം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്. സുജേന്ദ്രൻ, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ശ്രീ റിജിൽ മാക്കുറ്റി, നിങ്ങൾ ഉപവാസ സമരമടക്കം അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട കുട്ടികളും അവിടെ ഉണ്ടല്ലോ അല്ലേ? ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഈ പറയുന്ന അക്രമി സംഘത്തിനോ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള കുട്ടികൾക്കോ മാത്രം തീരെഴുതി കൊടുത്ത ഒന്നല്ലല്ലോ. ഇനി സംഘടനകളിൽ ഒന്നും പെടാത്തതാണ് എങ്കിൽ പോലും, കുട്ടികളാണ് എങ്കിൽ പോലും, ഒരു നരനാരായിട്ട് അവിടെ നടക്കുമ്പോൾ ആർക്കും പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യത്തെ എങ്ങനെയാണ് ഈ യുവജന സംഘടനകൾ നോക്കിക്കാണുന്നതെന്ന് അറിയാൻ എനിക്ക് അതിയായ ആകാംക്ഷയുണ്ട്. ശ്രീമതി മാധു, യഥാർത്ഥത്തിൽ ആ കോളേജിൽ SFIയുടെ ഒരു കോട്ടയാണ്, SFIയുടെ പാർട്ടി കോട്ടയാണ്. അങ്ങനെ ഒരുപാട് കോളേജ് ക്യാമ്പസുകൾ, ഇപ്പം ആർട്സ് കോളേജുകളായാലും പോളിടെക്നിക്കുകളായാലും IT-കളായാലും ഇതുപോലെയുള്ള കോളേജുകളൊക്കെ തന്നെ കേരളത്തിൽ ധാരാളമുണ്ട്. അവിടെ സംഘടനാ പ്രവർത്തനം നടത്താൻ അനുവദിക്കാതെ ഒരുപാട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മാത്രം അനുവദിക്കുന്ന കോളേജുകളുണ്ട്. അതിൽ പെട്ടൊരു കോളേജാണ് ഈ കോളേജിലാണ് ഈ ക്രൂരമായ സംഭവം നടന്നത്. റാഗിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ഒരിക്കലും വില കുറഞ്ഞ് കാണിക്കേണ്ട സംഭവം. ഇത് റാഗിംഗ് അല്ല. ഉത്തരവാദപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയുടെ യൂണിറ്റ് സെക്രട്ടറിയായ ആ കേസിലെ പ്രതി അഭിഷേക് ഉൾപ്പെടെയുള്ള SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള യൂണിയൻ ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിക്കെതിരായി ക്രൂരമായ ആക്രമണം നടത്തിയത്. പരസ്യമായി 100 കണക്കിന് വിദ്യാർത്ഥികളുടെ മുമ്പിലിട്ടാണ് ആ
പയ്യനെ അതിക്രൂരമായി ബെൽറ്റ് കൊണ്ടും അതോടൊപ്പം തന്നെ ആയുധങ്ങൾ കൊണ്ടും ആക്രമിക്കുന്നത്. അങ്ങനെ ആക്രമിച്ച് നിരന്തരമായ പീഡനം. ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി ഒരിക്കൽ KSUക്കാരനല്ല, അല്ലെങ്കിൽ KSU അനുഭാവിയല്ല. ആ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കിടയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഇടപെടുന്ന, അതോടൊപ്പം ഒരു കലാകാരൻ എന്ന നിലയിലും ആ ക്യാമ്പസിൽ സ്റ്റാറായി മാറിയ ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി സ്വാഭാവികമായി ആ കോളേജിൽ SFIയുടെ നേതാക്കന്മാരെക്കാളും വലിയ പിന്തുണയിൽ, അല്ലെങ്കിൽ അവിടെ ഇടപെടുമ്പോൾ അതിൽ ഉണ്ടായ ജലസിയാണ്, അസൂയയാണ് ഈ ക്രൂരമായ മർദ്ദനവും. ഈ മർദ്ദന ശേഷം ആ കുട്ടി ആത്മഹത്യ എന്ന് പറയുന്നത്, പക്ഷേ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അത് ആത്മഹത്യയായില്ല, SFI നടത്തിയിട്ടുള്ള ഏറ്റവും ക്രൂരമായ കൊലപാതകമാണ്. ഈ SFI എന്ന് പറയുന്ന സംഘടന തന്നെ ഈ നാട്ടിൽ പറയുന്ന എന്താണ്, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം എന്നാണ് എല്ലാവരുടെയും പാടുന്നത്. അത് മാറ്റി മനുഷ്യമൃഗങ്ങളാകണം, ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ ക്രൂരതയെ നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം എന്നും പാടേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന എന്തെങ്കിലും ലെവലേശം ഈ സംഘടനക്കുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആ ക്യാമ്പസിനകത്ത് മറ്റ് വിദ്യാർത്ഥികളാണ് ഈ ക്രൂരത ചെയ്തെങ്കിൽ അത് ഇടപെട്ട് അത് തടയേണ്ട, ആ വിദ്യാർത്ഥിക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഒരു സംഘടനയല്ലേ. അവിടെ KSU ഉൾപ്പെട്ട സംഘടന ഇല്ല. കാരണം പ്രവർത്തിക്കാൻ ഭയമാണ്. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ കോളേജിനകത്തെ അത് വർഷങ്ങളായി അവരുടെ പാർട്ടി കോട്ടയായി അവർ കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു ക്യാമ്പസാണ്. പ്രവർത്തിക്കാൻ KSUവിന് ഭയമാണ് എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ വന്നിരുന്നു പറയുന്നത്. എന്റെ ശ്രീമതി മാധു, ജീവന് ഭയമില്ലാത്ത ആരും കൊണ്ടോ? ഇപ്പൊ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നടക്കുന്നത്, കണ്ണൂർ പോളിടെക്നിക്, എനിക്കൊക്കെ അറിയാം, കണ്ണൂർ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവർക്കൊക്കെ ജീവിതത്തിനകത്ത് പ്രത്യേകിച്ച് അവരൊക്കെ സംഘടനാ പ്രവർത്തനം ജയപ്രകാശ് കുറച്ച് സമയം കൂടി നമ്മളോടൊപ്പം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തോടു കൂടി ആ കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വരുത്തി പോകാം. ശ്രീ ജയപ്രകാശ്, ഇതൊരു റാഗിങ്ങുമായി ബന്ധപ്പെട്ട സംഭവമാണ് എന്ന് പലയിടങ്ങളിൽ നിന്ന് ശ്രീ M. ജയചന്ദ്രൻ മാത്രമല്ല അത്തരമൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നത്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് എന്നൊരു വിശദീകരണം പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ഞാൻ പറയാം. ശ്രീമതി മാധു കുറച്ച് മുമ്പ് പറഞ്ഞു, ഫസ്റ്റ് ഇയറിലല്ലേ റാഗിങ് ഉണ്ടാവുള്ളൂ, സെക്കൻഡ് ഇയറിൽ എങ്ങനെ റാഗിങ് ഉണ്ടാവും എന്ന് ചോദിച്ചു. അതിനുത്തരം ആദ്യം ഞാൻ കേട്ടു. അത് ഫസ്റ്റ് ഇയറിൽ അവിടെ റാഗിങ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും റാഗിങ് 90% റാഗിങ് ഉണ്ടാകുന്ന ഹോസ്റ്റലിലാണ്. നിങ്ങൾക്കറിയാൻ പറ്റും, അത് ഹോസ്റ്റലിലാണ് റാഗിങ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഫസ്റ്റ് ഇയറിൽ ഇവരുടെ ഫസ്റ്റ് ഇയർ ഹോസ്റ്റലിൽ ക്യാമ്പസിലല്ല. ഫസ്റ്റ് ഇയർ ഹോസ്റ്റലിൽ 20 കിലോമീറ്ററിനപ്പുറത്ത് കൽപ്പറ്റയിലാണ് ഫസ്റ്റ് ഇയറിന് ഹോസ്റ്റൽ കൊടുക്കുന്നത്. ആ സമയത്ത് ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻറ്റിന് സീനിയേഴ്സിന് തൊടാൻ പറ്റില്ല. അത് എൻ്റെ മകനും പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, ഫസ്റ്റ് ഇയറിൽ സീനിയേഴ്സിന് നമ്മളെ തൊടാൻ പറ്റില്ല. ആ ഒരു സന്തോഷം അവനുണ്ടായിരുന്നു. കാരണം എന്ന് ചോദിച്ചപ്പോൾ രാവിലെ കോളേജ് ബസ്സിൽ കൊണ്ടുവരും, വൈകുന്നേരം അതേ കണക്കിന് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകും പോലെ കോളേജ് ബസ്സിൽ നേരെ കൊണ്ടുപോകും അവരെ ഹോസ്റ്റലിൽ. സെക്കൻഡ് ഇയർ മുതലാണ് ഹോസ്റ്റലിൽ അവർക്ക് കിട്ടുന്നത്, ക്യാമ്പസിനകത്താണ് ഹോസ്റ്റലിൽ. അപ്പോഴത്തെ മകൻ പറഞ്ഞിട്ടുമുണ്ട്, ചെറിയ പേടി പോലെ, തമാശയ്ക്ക് പേടി പോലെ പറഞ്ഞിട്ടുണ്ട്, ഈ വർഷം മുതലാണ് നമ്മളെ ചേട്ടന്മാരെ കൈ കിട്ടുന്നത്. ഞാൻ ചോദിച്ച റാഗിങ് ഉണ്ടാവുമോ? റാഗിങ് ഒക്കെ ഉണ്ട്, ചെറിയ രീതിയിലൊക്കെ ഉണ്ട്, വലിയ രീതിയിലൊന്നുമില്ല. അവനൊന്നും പറയില്ല. അവർക്കെല്ലാം തമാശയായിട്ട് ഇത് കരുതിക്കൊണ്ടിരുന്നതാണ്. അതൊന്നാമത്തെ കാര്യം. ഓക്കെ, റാഗിങ് ഇത് പാർട്ടിക്കാരാണ് ചെയ്തത് എന്നുള്ള കാര്യം വേറെ എനിക്കറിയാം. പാർട്ടിക്കാർ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ 12 പേര് വന്നതും SFIക്കാരെ പാർട്ടിക്കാരായിരുന്നു. അവരെ ഭാരവാഹികളായിരുന്നു, വെറും പ്രവർത്തകരല്ല. അതൊന്നാമത്തെ കാര്യം. അതിൻ്റെ കൂടെ കൂടെ ചെയ്തത് എന്നെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു റൂമിൽ വെച്ചിട്ട് സഹപാഠികളും സീനിയേഴ്സും മാത്രം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് റാഗിങ് അല്ലായിരിക്കാം, വേറെ പീഡനം എന്ന് പറയും. ശരി, പക്ഷേ എന്തുകൊണ്ടാണ് 130ഓളം കുട്ടികളെ ഫ്രണ്ടിൽ വെച്ചിട്ട് ആ ഒരു ക്യാമ്പസിനകത്ത് എന്ന് പറയുമ്പോൾ ഹോസ്റ്റലിൻ്റെ പരിസരത്ത് വെച്ചിട്ട് 130ഓളം കുട്ടികളെ മുന്നിൽ വെച്ചിട്ട്, എനിക്കത് പറയാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല, മുന്നിൽ വെച്ച് പരസ്യമായിട്ട് വിചാരണ ചെയ്യുന്നു. എന്തൊക്കെ ചോദ്യം ചോദിച്ചെന്നോ കാര്യങ്ങൾ ചോദിച്ചെന്നോ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം, നല്ല സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പരസ്യ വിചാരണ നടത്തിയിട്ട് അവരെ മുമ്പ് വച്ചിട്ട് അവനെ വിവസ്ത്രനാക്കുന്നു, അവനെ നഗ്നനാക്കുന്നു. ഈ 130ഓളം പിള്ളേരെ വെച്ചിട്ട്. എന്നിട്ട് ബെൽറ്റ് കൊണ്ടടിക്കുന്നു, ബെൽറ്റിൻ്റെ ബക്കിൾ കൊണ്ട് കളിക്കുന്നത് തിരിച്ചടിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് ഞാൻ വെറുതെ ആരോപണമല്ല, ഇത് നടന്ന സംഭവമാണ്. അപ്പോൾ ഇതൊരു റാഗിങ് അല്ലേ? സഹപാഠികൾ മാത്രം ചെയ്യുമ്പോഴേ ഓക്കെ, ഒരു റൂമിനകത്ത് വെച്ച് ചെയ്യുമ്പോഴേ അതൊരു റാഗിങ് അല്ല, അത് വേറെ തരത്തിലോട്ട് എത്താം. ഇത്രയും പേരെ മുമ്പ് വെച്ചിട്ട് കാലിൽ വലിച്ചഴിച്ചുകൊണ്ട് പോയിട്ട് ഈ 130ഓളം പിള്ളേരെ മുമ്പ് വെച്ച് കൊണ്ട് നിർത്തിയിട്ടാ അവൻ്റെ
എല്ലാം അവൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ബെൽറ്റ് കൊണ്ട് അടിക്കുന്നത്. അപ്പോൾ അത് അപ്പോൾ റാഗിങ്ങിൽ അത് ഏതിൻ്റെ ഭാഗത്ത് വരുമെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്കൊക്കെ തന്നെ തീരുമാനിക്കാം. അത് റാഗിങ്ങിൽ വരുമോ, അങ്ങ് തന്നെയാണ് വേറെ എന്തെങ്കിലും വരും, പരസ്യ വിചാരണ ചെയ്യുമ്പോൾ ഏത് വകുപ്പിൽ സിദ്ധാർത്ഥിന്റെ സഹപാഠികളടക്കം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന്. അതെ, സഹപാഠികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്, അതിലുൾപ്പെട്ടിട്ടുണ്ട്. ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള 4th ഇയറോ 2nd ഇയറോ 3rd ഇയറുടെ സീനിയേഴ്സ് ഉണ്ട്. ആ സീനിയേഴ്സ് തന്നെയാണ് നിർബന്ധിച്ച് ഇപ്പം ഈ 2nd ഇയർ തുടങ്ങിയപ്പോൾ നമ്മളെ യൂണിയനിൽ ചേരണം എന്ന് പറഞ്ഞത്. നമ്മളെ യൂണിയനിൽ ചേരും. അപ്പോൾ ഈ മോൻ എന്നോട് പറഞ്ഞായിരുന്നു, അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് യൂണിയനിൽ ചേരണമെന്ന്. ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ചേർന്നോ, ഏത് യൂണിയനാണെങ്കിൽ ചേർന്നോ. അപ്പോഴാണ് പറഞ്ഞു ഒരു യൂണിയനേ ഉള്ളൂ. അപ്പോൾ എനിക്ക് താല്പര്യമില്ല. അതിനുശേഷം അപ്പോഴാണ് ഇവൻ്റെ കൂടെ ഉള്ള എല്ലാ കുട്ടികളും ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം കൂടെ അവർ യൂണിയനിൽ അങ്ങ് ചേർന്നു. അത് കുഴപ്പം, നോർമലേ, അവർക്ക് ഓരോരുത്തരുടെ പ്രസ്ഥാനമല്ലേ, അവർ വിജയിക്കട്ടെ. അത് ചേർന്നത് മുതൽ അവരുടെ ചേട്ടന്മാരുടെ കൂടെ കൂട്ടായി എന്നൊക്കെ പറയുന്നു. എപ്പോഴും ചേട്ടന്മാരുടെ കൂടെയാണ് പോകുന്നത്, ചേട്ടന്മാരുടെ കൂടെയാണ് പോകുന്നത് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം. അത് മുതൽ അവർ തെറ്റിയിട്ടോ എന്നുകൊണ്ടെന്നറിയില്ല. പക്ഷെ പരസ്യ വിചാരണ ചെയ്യുമ്പോഴേ അത് ഇത്രയും 130ഓളം കുട്ടികളെ മുമ്പ് വെച്ച് ചെയ്യുമ്പോഴേ അവരെ സഹപാഠികളും ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ പറയുന്നു, മാറ്റുന്നില്ല. ബാക്കി സീനിയേഴ്സും 10ഓ 20ഓ സീനിയേഴ്സും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ അവരെല്ലാം കൂടെ ചെയ്യുമ്പോഴേ അത് റാഗിങ്ങും കൂടെ ഉള്ള ഒരു കൊലയല്ലേ. അത് എനിക്കറിയില്ല, അതിന് നിങ്ങൾ എന്തൊക്കെയാണ് വകുപ്പുകൾ ചിലപ്പോൾ ഉള്ളത് എന്ന് എനിക്കറിയില്ല. ശരി, ശ്രീ വളരെയധികം നന്ദി. ഇത്രയധികം നേരം നിൽക്കുകയും ചെയ്തതിന് അങ്ങ് മറ്റൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് ചർച്ചയിൽ നിന്ന് പിരിയുകയും ചെയ്യാം. ഒരമ്മ നേരത്തെ ശ്രീ ജയപ്രകാശ് പറഞ്ഞു, ആകുലപ്പെട്ട് സഹപാഠികളെ കൂടെ പഠിക്കുന്നവരെയൊക്കെ വിളിക്കുകയാണ്. അവർ ഫോൺ കൊണ്ടുപോയി കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനുശേഷം സിദ്ധാർത്ഥ തിരികെ വിളിക്കുന്നു, 1-2 വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പോഴൊന്നും ഈ അമ്മയോട് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ഈ കോളേജ് വരെ വരണം എന്നുപോലും പറയുന്നില്ല. കൂടെ പഠിച്ചവർ, കൂട്ടുകാർ എന്നൊക്കെയാണ്. ഇവരൊക്കെ ഇതിൽ പങ്കാളികളാകുന്നു എന്നുള്ള വേദന. കൂടെ പഠിച്ചവരാണ് ചതിച്ചത് എന്ന് ശ്രീ ജയപ്രകാശ് ആദ്യം ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. അങ്ങനെ എങ്ങനെയാണ് മകനെ നഷ്ടപ്പെട്ടത് എന്നത് സംബന്ധിച്ച് ഒരു വിവരവുമില്ലാതെ ഇരിക്കുന്ന, എന്തിനാണ് അവനെ നഷ്ടപ്പെട്ടത് എന്നത് സംബന്ധിച്ച് ചോദ്യത്തിനൊരു ഉത്തരമില്ലാതെ ഇരിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. ശ്രീ ഫക്രുദ്ദീൻ അലി, എന്നിട്ട് ഈ കോളേജിലെ കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയാണ്, പറഞ്ഞാൽ കൊന്നുകളയും, തല കാണില്ല എന്നൊക്കെ. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കഴിഞ്ഞ ദിവസം പ്രതി ചേർക്കപ്പെട്ടയാൾ പറഞ്ഞത് ചന്ദ്രശേഖരന്റെ തല പൂക്കുല ചിതറിക്കുന്ന പോലെ റോഡിൽ ചിതറിക്കും എന്നാണ്. സമാനമായ വാക്കുകൾ, തലയെടുത്ത് കളയും എന്നൊക്കെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന ക്രിമിനലുകൾ നമ്മുടെ ക്യാമ്പസുകളിലുണ്ട്. അത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന മാത്രമല്ല, ആർക്ക് എവിടെയാണോ ശക്തി ഉള്ളത് അവിടെ ഒരു ഘട്ടത്തിൽ ആദ്യമുള്ളത് വളരെ പ്രബുദ്ധരായിട്ടുള്ള ആളുകളായിരുന്നു. നമ്മുടെ സുരേഷ് ഗോപിനെയൊക്കെ പോലെയുള്ള അങ്ങനെയുള്ള ആളുകൾ, ഇപ്പം നമ്മുടെ ബാലുശ്ശേരി MLA വരെയുള്ള അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള ആളുകളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുറേ സാധനമുണ്ട്. അപ്പം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു ഇതൊക്കെ. നമ്മളും കേട്ടിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ അങ്ങനെ സജീവമായിട്ട് കോൺഗ്രസ് കുടുംബത്താണ് വന്ന് കോൺഗ്രസ് ആഭിമുഖ്യമുണ്ട്. അതിനൊക്കെ ശേഷമാണ് പിന്നെ നമ്മൾ SFI. അതുവരെ ഇത് കണ്ട് പേടിച്ചിട്ടൊന്നല്ല. അതിന് നമ്മൾ SFI കാരണം ഈ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളെയൊക്കെ കണ്ട് മടുത്തിട്ട് ഇവരെന്തെങ്കിലും കുട്ടികളുടെ വളരെ ആക്റ്റീവായിട്ടുള്ള SFI ആണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അവരുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. SFIയിലും LBPയിലും ഉണ്ടാകുമ്പോൾ നമുക്കുള്ളൊരു ശക്തി എന്ന് വെച്ചാൽ ഒരൊറ്റ വ്യക്തി എന്ന രീതിയിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിൽ ഇടപെടുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു. എൻ്റെ കമ്മ്യൂണിറ്റി നിങ്ങൾ ബസ്സിലേക്ക് കണ്ടത് ചില പെൺകുട്ടികൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ ആൻറ്റിമാർ മൊത്തം പെൺകുട്ടികൾക്കെതിരായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ SFI ABP പോലെയുള്ള സംഘടിത സംവിധാനത്തിൻ്റെ ഭാഗമായി നമ്മൾ നിൽക്കുമ്പോൾ നമ്മളങ്ങനെ പ്രതികരിച്ചാൽ സംഘടന നമ്മുടെ കൂടെയുണ്ടെന്ന് ധൈര്യമാണ്. പല കുട്ടികളും അങ്ങനെ പ്രതികരിക്കുന്നത് ഞാൻ എൻ്റെ കാലത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന സംഘടനപ്പെട്ട ആളാണ്, വിവരം അറിയുന്നു, അതാണ് അവൻ്റെ ധൈര്യം. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ കേട്ട ന്യൂസ് ഇതനുസരിച്ചിട്ട് ഇത് നേരെ ഓപ്പോസിറ്റാണ് ചെയ്തിരിക്കുന്നത്. ഞാനൊക്കെ SFIനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാരണം പറയുമോ, ഇങ്ങനെ ഒരുപാട് നല്ല, ഇപ്പോൾ എനിക്കൊക്കെ ഞാൻ പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന ഇങ്ങനെ 1-2 അനുഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഭീഷണിയൊക്കെ. അപ്പോൾ അന്ന് ചെറിയ പക്ഷേ ഞാൻ പണ്ടേ ഇങ്ങനെ ബട്ടൺസ് ഒന്നും ഇടില്ല, പിന്നെ ഷൂ ഇടുമായിരുന്നു, ജീൻസ് മടക്കി വെക്കുകയായിരുന്നു. അപ്പം ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി പോകുന്ന പിള്ളേർ ഇതൊന്നും ചെയ്യാൻ പാടില്ല ഞാൻ പഠിച്ച കോളേജിൽ. അപ്പോൾ ഞാൻ ഒരിക്കലും ഷൂ ഇട്ട് പോയപ്പോൾ സമയത്ത് ഇങ്ങനെ പ്രശ്നമായി. അപ്പോൾ ഞാൻ ഓക്കെ ഷൂ ഒരു വർഷം ഇടണ്ടെന്നങ്ങ് തീരുമാനിച്ചു. അത് ഇങ്ങനെ ബട്ടൺസിന് വന്നപ്പോൾ എനിക്കത് ഇങ്ങനെ അന്ന് ഭയങ്കര മെരിഞ്ഞിട്ടെല്ലാം കൂടി ഒരു ഐസും പോലെ പോലുള്ള കക്ഷിയാണ്. അവർ ബട്ടൺസും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയുടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ SFIൻ്റെ തന്നെ ഒരു നേതാവിനോട് പോയപ്പോൾ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എനിക്കത് ഒരു ബുദ്ധിമുട്ടാണ്, അത് അങ്ങനെ ആണെങ്കിൽ എനിക്കത് വേറെ എവിടെയെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് അദ്ദേഹം തന്നെ ഇടപെട്ടി. പിന്നെ അദ്ദേഹം ആ ഒരു വിഷയം സോൾവ് ചെയ്യുകയും ചെയ്തു. SFI ഇപ്പം എന്നെപ്പോലെ ഒരു കുട്ടി റജിലിനോടാണ് പറയുന്നത്, റജിൽ ഇടപെടും. അതാണ് ഈ വിദ്യാസംഘടനയുടെ ഗുണം. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഒരു മൂല്യച്യുതി വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ വളരെ കാര്യമായി സംശയിക്കേണ്ടിയിരിക്കും. കാരണം ഇങ്ങനെയുള്ള എലിമെൻറ്റിനെ ഇവർക്ക് എവിടുന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നു? ഞാൻ പറഞ്ഞല്ലോ, നല്ലത് ചെയ്യാനുള്ള നമ്മൾക്ക് ശക്തി വരുന്നത് ഈ പ്രസ്ഥാനത്തു നിന്നാണ്. അല്ല മുമ്പ് ഇതിന് എൻ്റെ വാപ്പാനൊക്കെ പോലുള്ള ആ കാലഘട്ടത്തിലുള്ള ആളുകൾ
പാപ്പാനോട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ട് കാര്യം പാപ്പ ഒറ്റയ്ക്ക് എനിക്ക് പ്രതികരിച്ച് കളയായിരുന്നു. പാപ്പ കാര്യം വേണം. ആ കാലഘട്ടം അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ സുധാകരൻ്റെയൊക്കെ നല്ല കാലം, പിണറായിൻ്റെയൊക്കെ നല്ല, എൻ്റെ പാപ്പാൻ്റെയൊക്കെ നല്ല കാലം, ആ കാലഘട്ടത്തിലൊക്കെ ഇവർ ഒറ്റയ്ക്ക് ഇന്ന് ചെയ്തു, ഇവർ മതി. പക്ഷെ നമ്മളെ കാലഘട്ടം വരുമ്പോൾ നമുക്ക് അത്ര ധൈര്യമില്ല ഒരു പ്രസ്ഥാനത്തിന്. അവിടെ അപ്പോൾ ആ ഒരു പോസിറ്റീവായ കാര്യം നെഗറ്റീവാണ് ഒരു വലിയൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ നമ്മുടെ ക്യാമ്പസുകളും ഹോസ്റ്റലുകളും നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ സംഭവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മളെല്ലാ ക്യാമ്പസുകളിലും ഉണ്ട്, ഹോസ്റ്റലുകളിലും ഉണ്ട്. കാരണം എല്ലാ സ്ഥലത്തും അധ്യാപകരുടെ കണ്ണെത്തില്ല, എല്ലാ സ്ഥലത്തും ക്യാമറ എത്തില്ല, ഈ പിള്ളേർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിൽ ഒരു കാര്യം നടന്നാൽ 3-4 പിള്ളേർ കൂടി ഒരുമിച്ച് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിന് ഏറ്റവും വേണ്ടത് എല്ലാ പ്രധാനപ്പെട്ട സ്ഥലത്തും വർക്ക് ചെയ്യുന്ന ക്യാമറ വേണം. ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പലപ്പോഴും ക്യാമറ സാധനം ഉണ്ടാവില്ല. ക്യാമറയിൽ അങ്ങനെ ഫിലിമിലേക്ക് ക്യാമറയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതാത് സ്ഥാപനങ്ങൾ മേധാവികൾക്കെതിരെ ശക്തമായ നടപടി എന്ന രീതിയിൽ നിയമനിർമ്മാണം വേണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത്തരം ഒരു ജിഷ്ണു പ്രണവിന്റെ കേസ് ഉണ്ടായിരുന്നല്ലോ, എന്തായി കേസ്? നമ്മളൊക്കെ ഇതുപോലെ പണ്ട് ചർച്ച ചെയ്താണല്ലോ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കേസുകൾ മധുവിന്റെ കേസ് നോക്കൂ. മധുവിന്റെ കേസിൽ അവസാനം മമ്മൂട്ടി നിങ്ങൾ മീഡിയയിലും കൂടി ഇടപെട്ടോണ്ട് ഇവന്മാർ കൊഞ്ഞു പോകുന്നത് മാറി. എല്ലാ മതക്കാരും ഉണ്ടായിരുന്നല്ലോ, എല്ലാ ജാതിക്കാരും ഉണ്ടായിരുന്നല്ലോ. അപ്പോ നമ്മൾ വിജിലന്റ് ആയിരിക്കണം. നമ്മൾ ഇത് അവന്റെ പ്രശ്നം, ഇത് ആ കുട്ടിയുടെ അച്ഛന്റെ പ്രശ്നം നമ്മൾ മാറി നിൽക്കുമ്പോൾ നാളെ നമുക്ക് സംഭവിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യനായി കേരളത്തിൽ പ്രബുദ്ധ കേരളം, ആശ ഭാരതം, എന്താണ് ഹ്യൂമൻ സെന്റേഡ് യൂണിവേഴ്സ് എന്ന് കേൾക്കുമ്പോൾ പുച്ഛം തോന്നും. ശരി, അല്ല പഠിക്കാൻ ഇഷ്ടമുള്ള കാലത്തോളം പഠിച്ചോളൂ, ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല എന്ന് പറഞ്ഞ് ദൂരദേശത്ത് പോയി കിടന്ന് പണിയെടുത്ത് മകനെ പഠിപ്പിച്ച ഒരു അച്ഛനാണ് കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് ഇരുന്ന് സംസാരിച്ചത്. എത്ര സുരക്ഷിതത്വ ബോധത്തോടെയാണ് നമ്മുടെ ക്യാമ്പസിൽ ആ കുഞ്ഞെ കൊണ്ടുവിട്ടിട്ടുണ്ടാവുക? അവിടെ നിന്നാണ് തല്ലിക്കൊന്ന രീതിയിൽ തിരിച്ചു കൊണ്ടുവന്ന് അടക്കി കളയേണ്ടത്, കളഞ്ഞേണ്ടി വന്നത് എന്നത് കേരളം ചിന്തിച്ചാൽ കൊള്ളാവുന്ന ഒരു കാര്യമാണ്. ശ്രീ ജയചന്ദ്രൻ, ഞാൻ 1-2 പിള്ളേര് അതാണ് ഇപ്പോൾ ഉള്ളത്, പണ്ടത്തെ പോലെ 10 ഇല്ല. അതെ, ശ്രീ ജയചന്ദ്രൻ, ഞാൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചപ്പോൾ 18 മുറിവുകളോ ചതവുകളോ ആണ് ആ കുഞ്ഞിന്റെ ശരീരത്തിലുള്ളത്. 2-3 ദിവസം പഴക്കമുള്ളത് അസാൾട്ട് സൂചിപ്പിക്കുന്നത്. തലയുടെ പുറകിൽ 6 സെന്റിമീറ്റർ നീളത്തിൽ ആഴത്തിലുള്ളൊരു മുറിവുണ്ട്. മുഖത്തിന്റെ ഇടതുഭാഗത്ത് ഇടികൊണ്ട ചതവുണ്ട്, ബെൽറ്റ് കൊണ്ട് തല്ലിയ പാടുണ്ട്. ചെവിയുടെ താഴെ 1 സെന്റിമീറ്റർ താഴെ ചോര കട്ട പിടിച്ച് കിടപ്പുണ്ട്. നെഞ്ചത്ത് ഇടത്തെ നെഞ്ചിൽ ഇടികൊണ്ട പാടുണ്ട്, നെഞ്ചിന് പുറകിൽ ചതഞ്ഞു കിടക്കുന്ന പാടുണ്ട്. ഇങ്ങനെ പലയിടത്ത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തല്ലുകൂട്ടമൊക്കെ ആണെങ്കിൽ എത്ര പരിക്കേൽക്കും? ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പക്ഷെ ഇനിയും തല്ലുകൊള്ളേണ്ടി വരും എന്ന പേടിയാണ്. ആരും കൊലപ്പെടുത്തിയതല്ലെങ്കിൽ സിദ്ധാർത്ഥനെ അതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എങ്കിൽ അതിനെ എങ്ങനെയാണ് ആത്മഹത്യാ പ്രേരണ എന്ന് പറയുക? അതിനെ കൊലപാതകം എന്നല്ലേ പറയേണ്ടത്? അല്ല, അത് നിയമപരമായി ഏതറ്റം വരെ അതിനെ ആ കുറ്റകൃത്യത്തിൻ്റെ പരിധി ഉയർത്തി കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം തന്നെ അത് ഉയരണം. അതിലൊന്നും എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല മാധു. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുകയും ചെയ്യും. കാരണം ഈ ആ കുട്ടിയുടെ, ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എമ്പാടും നിരവധി മുറിവുകളാണല്ലോ നമ്മൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുമ്പോൾ കാണുന്നത്. അതൊക്കെ ഒരു ദിവസമാണോ? ഒരു ദിവസം കൊണ്ട് തീർന്നിരുന്നെങ്കിൽ അത് ഓക്കെ, അത് ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ സമാധാനിക്കായിരുന്നു. അങ്ങനെയല്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞത്, ഞാനിതിനെ മാധു ഇടയ്ക്ക് എന്നോട് ചോദിച്ചിരുന്നില്ലേ, ഞാൻ സംസാരിച്ചത് ഇതിനെ റാഗിംഗ് ആയിട്ട് ഏതെങ്കിലും തരത്തിൽ ചെറുതാക്കി കാണിക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയേ അല്ല കേട്ടോ. ഇത് ഈ ആൻറ്റി റാഗിംഗ് സെൽ എന്ന ARC ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ തുടർ നടപടികൾ 22-ന് തന്നെ ഉണ്ടാകുന്ന SFIയുടെ ഭാഗത്തു നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ അവർക്കെതിരെ നടപടി എടുക്കേണ്ടത് ഏത് വിദ്യാർത്ഥി സംഘടനയാണോ ആ വിദ്യാർത്ഥി സംഘടനയ്ക്ക് അനിവാര്യമായ കാര്യമാണ്. അതൊക്കെ ആ ഗൈഡ് ലൈൻസിലുണ്ട്. അത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ ARC എന്നുള്ള ആൻറ്റി റാഗിംഗ് സെൽ എന്നുള്ളത് ഇവിടെയും പിന്നെ അവരുടെ ജോലി സിദ്ധാർത്ഥിൻ്റെ ഈ ജീവൻ എടുത്തതിന് ശേഷമാണത് ഉണ്ടായതെന്നുള്ളത് മറ്റൊരു ദുരന്തം. പക്ഷേ എങ്കിലും ഈ ARCയുടെ റിപ്പോർട്ട് അവിടെ ഉണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആൻറ്റി റാഗിംഗ് സെല്ലിൻ്റെ റിപ്പോർട്ടിൽ ഈ വിദ്യാർത്ഥി പീഡിപ്പിക്കപ്പെട്ടു എന്ന് തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അത് വെച്ചുകൊണ്ട് ഇത് മോബ് ലിഞ്ചിങ് ആണ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നിയമപരമായ കൂടുതൽ ആ കുട്ടിയുടെ
വിചാരണയ്ക്ക് കൂടുതൽ ഫലപ്രദമായി ഇടം കിട്ടുന്നത് എനിക്ക് തോന്നുന്നു അതിനെ ആൻറ്റി റാഗിംഗ് സെല്ലിൻ്റെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ചർച്ച ചെയ്യുമ്പോഴാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ, അത് ശരി. ഈ പറയുന്ന കേസ് എടുത്തിരിക്കുന്നതിൽ റാഗിങ്ങും ആത്മഹത്യാ പ്രേരണയും ഉണ്ട്. അതുകൊണ്ട് നമുക്കത് മുഖവിലയ്ക്ക് എടുക്കാവുന്ന, ഞാനും അങ്ങയോട് വിയോജിച്ച ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിനെ അങ്ങനെ ചുരുക്കി കാണരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഞാനും അങ്ങയോട് വിയോജിച്ചത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ശ്രീ ജയചന്ദ്രൻ ഒരു പ്രശ്നമുണ്ട്. ശ്രീ ജയചന്ദ്രൻ, അതായത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, SFIയുടെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഒക്കെ ഈ കേസിൽ പ്രതിയാണ് എങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളെ റാഗിംഗ് വിമുക്തമാക്കും എന്നുള്ള പ്രഖ്യാപനത്തിന് എന്ത് മൂല്യം? കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിങ്ങിനെതിരെ പടപൊരുതിയവർ ഞങ്ങളാണ് എന്ന അഭിമാനബോധത്തിന് എവിടെ അടിസ്ഥാനം? അതോ കേരളത്തിലെ കോളേജുകളിൽ ഇങ്ങനെ ഈ പറയുന്ന നരബോധികളെ അതിശയിപ്പിക്കും തരത്തിലുള്ള പീഡനങ്ങൾക്ക് റാഗിങ്ങിന് മറ പിടിച്ചു കൊടുക്കുന്നവരിൽ ഞങ്ങളുമുണ്ട് എന്നതാണോ പുതിയ അഭിമാനബോധം? അല്ല, അത് ഇതിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും ഈ വ്യാഖ്യാനങ്ങളെക്കാൾ ഉപരിയായി ഞാൻ പറയുക, ഇത്രമേൽ കിരാതത്വം, ഇതിന് തക്കതായ ശിക്ഷ തന്നെ വേണം മധു. ഇത് ഏറ്റവും പ്രാകൃതമായ കിരാതത്വമാണ് ഈ കാണിച്ചത്. അത് പിന്നെ ഈ പറയുന്ന 12 പേരാണെങ്കിലും ശരി, ഇപ്പോൾ പിന്നെ ദുഃഖിതനായ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഹൃദയം വിങ്ങിക്കൊണ്ടാണല്ലോ പിതാവ് ഇവിടെ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞില്ലേ, 130 പേർക്കിടയിൽ നഗ്നനാക്കപ്പെട്ട എൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ആ ഹൃദയത്തിൻ്റെ വേദന എനിക്ക് നന്നായിട്ട് മനസ്സിലാവും, നമുക്കെല്ലാവർക്കും മനസ്സിലാവും. അത് അത്രമേൽ കിരാതത്വമാണല്ലോ കാണിച്ചത്. അതിനോടൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാനും ഒരാളുടെ മനസാക്ഷിക്കും അത് കഴിയില്ല, എനിക്ക് ഒട്ടും കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരർഹിക്കുന്ന ശിക്ഷ എത്രത്തോളം കഠിനമാക്കാമോ അത്രത്തോളം കഠിനമാക്കണം എന്ന് തന്നെ ഞാൻ ആവർത്തിച്ച് ശഠിക്കുക തന്നെ ചെയ്യും. അതൊന്നും എനിക്ക് ഒരു മാറ്റവുമില്ല കാര്യത്തിൽ. ഓക്കെ, ശ്രീ റിജിൽ, ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന മറ്റൊരു ആരോപണം ഒരു തലത്തിൽ നിന്ന് വന്നത്, ഒരു പരാതിയുണ്ട്, ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാതി ഉണ്ടായി എന്ന് ഒരു ഭാഗത്തുനിന്ന് ഒരു ആരോപണം വന്നു. നമ്മൾ പോലീസിനോട് അത് ചോദിക്കുന്നു. പോലീസ് പറയുന്നു അങ്ങനെ ഒരു പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു പരാതി സംബന്ധിച്ച് കോളേജ് അധികൃതർ ഇതുവരെ ആരോടും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അത്തരം ഒരു പരാതി ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്തിനാണ്? ശ്രീമതി മാധു, അത് അങ്ങനെയാണ്. CPMൻ്റെയും അതോടൊപ്പം തന്നെ SFI ഉൾപ്പെടെയുള്ള ആളുകൾ ഒരാളെ വേട്ടയാടി കൊന്നാൽ അല്ലെങ്കിൽ അയാൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള കിംവദന്തികൾ വരുത്തും. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണം ഉണ്ടല്ലോ. TP ചന്ദ്രശേഖരൻ 51 വെട്ടിവെട്ടിയപ്പോൾ അദ്ദേഹത്തിനെതിരായി പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? എന്തിനേറെ പറയുന്നു, സാജൻ എന്ന് പറയുന്ന ഒരു വ്യവസായി അവിടെ പിന്നെ ഇതേപോലെ മറ്റൊരു പീഡനത്തിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹത്തിനെതിരായിട്ടുള്ള എന്തെല്ലാം അപഖ്യാതി പറയുന്നു. ഇത് സ്വാഭാവികമാണ്. SFIയുടെ ആളുകളാണ് ഈ പ്രതികളെന്ന് വന്നപ്പോൾ ആ പ്രതികളായ അവരിൽ സമൂഹം അവരെ പിന്നെ ആ രൂപത്തിൽ കാണുമ്പോൾ അതിന് രക്ഷ നേടാൻ ഈ കൊലയ്യപ്പെട്ട പയ്യനെതിരായിട്ടുള്ള കിംവദന്തികൾ, ഇതുപോലുള്ള കള്ളപ്പരാതികളൊക്കെ പറഞ്ഞ് അവൻ മോശക്കാരനായിരുന്നു, അവൻ മറ്റു തരത്തിലുള്ള ഇടപാട് നടത്തിയവനാന്നൊക്കെ പറയുന്ന SFIയുടെ ഒരു സ്ഥിര സ്വഭാവമാണ്. അത് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. കാരണം ഇത്രയേറെ ഈ വിഷയത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ കുട്ടിക്കെതിരായി, സിദ്ധാർത്ഥിനെതിരായി എന്തെങ്കിലും കള്ളപ്പരാതി ആരെക്കൊണ്ട് കൊടുപ്പിച്ച് മുഖം രക്ഷിക്കാനുള്ള നിലപാടാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ടാണ് അത് കാണേണ്ടതായിട്ടുള്ളത്. എന്തെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്കൂളിൽ നടന്ന, കോളേജിൽ നടന്ന എന്തെങ്കിലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിനെതിരെ പരാതി ഉണ്ടായി എന്നു തന്നെ വെക്കുക. അതിന് ഇതാണോ പരിഹാരം? അതെ, ഞാൻ പറയുന്നത് ഒരു കോളേജിലെ റാഗിങ് നടത്തുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണല്ലോ SFI എന്ന് പറയുന്നത്. ആ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ക്രൂരതക്ക് ആൾക്കൂട്ട വിചാരണ നടത്തിയാണ് തല്ലിയത് എന്നുള്ളത് വ്യവസ്ഥനാക്കി. ഇതുപോലൊരു ആൾക്കൂട്ട വിചാരണ ഉണ്ടായിരുന്നു കണ്ണൂർ CPM പാർട്ടി ഗ്രാമത്തിൽ. ഷുക്കൂർ എന്ന് പറയുന്ന 17 വയസ്സുകാരനെ 300 ആളുകൾ നോക്കി നിൽക്കെ വിചാരണ ചെയ്ത് ആ വിചാരണ ചെയ്ത് മരണവാറണ്ടിൽ ഒപ്പിട്ട് അവനെ കഴുത്തറത്ത് കൊന്നിട്ടുണ്ടായിരുന്നു. അത് CPM ആയിരുന്നു അതിനകത്ത് പ്രതികൾ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ചന്ദ്രശേഖരനെ കൊന്ന കേസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൊലപാതകം നടത്താൻ ഒരു മടിയുമില്ല. ഇപ്പോൾ ഈ കേസിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ പോളിടെക്നിക്, കണ്ണൂരിലെ പയ്യന്നൂർ കോറം എന്ന് പറയുന്ന പോളിടെക്നിക്കിൽ അവിടെ SFI കോട്ടയാണ്. അവിടെ ഒരു KSUവിൻ്റെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒരു വിദ്യാർത്ഥി ജയിച്ചു. കഴിഞ്ഞ ദിവസം അവിടെ ആ പെൺകുട്ടികളെ പോലും എത്ര ക്രൂരമായി, അത് വലിയ വാർത്തയാവാത്തത് കൊണ്ടാണ് അവിടെ ആക്രമിക്കപ്പെട്ടു. KSU അർജുൻ എന്ന് പറയുന്ന അവിടെയുള്ള ഒരു പയ്യനെ അതിക്രൂരമായി ആക്രമിക്കുന്നു. ഇത് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കലാലയങ്ങളിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നു. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഭക്ഷണമില്ല. കാരണം എന്താ, ഈ ഹോസ്റ്റലുകളൊക്കെ കൈയടക്കുന്നത് പുറത്തുനിന്ന് ആളുകളാണ്. ഇവരുടെ സ്വാധീനമുള്ള ഹോസ്റ്റലുകൾ ഭൂരിഭാഗം 2 വർഷം 3 വർഷം 5 വർഷമൊക്കെ കോളേജ് കഴിഞ്ഞവർ ഇപ്പോഴും അവിടുത്തെ അന്തേവാസികളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികൾ കൂടുതൽ ഭക്ഷണം മോഷ്ടിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അവിടെയുള്ള KSUക്കാരെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് മാത്രമല്ല ആ KSUക്കാരുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കത്തിച്ചു. അവിടെ പരാതി പറയുന്ന അധ്യാപകന്മാരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സംഘടനയെ മാറുകയാണ്. കൂട്ടത്തിലുള്ള സഹപ്രവർത്തക
16 പെൺകുട്ടിയോട് നിനക്ക് തന്തയില്ലാതെ കുഞ്ഞെ ജനിപ്പിക്കുന്ന ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ച ഒരു സംഘടനയുടെ നേതാവാണ് സംസ്ഥാന സെക്രട്ടറി, SFIയുടെ സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ അയാൾ ഇരിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾ SFIക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം പറയാൻ സാധിക്കില്ല. മോന്തായം വളഞ്ഞ 64 വളികെന്ന് പറയുന്നത് പോലെ ഈ ക്രിമിനൽ സ്വഭാവമാണ് ക്യാമ്പസിനകത്ത് നടക്കുന്നത്. എത്ര ക്രൂരമായാണ്. എന്തെങ്കിലും KSUക്കാരനാണെന്ന് പറയാം, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം നടത്തിയെന്നും പറയാം. ഒന്നുമില്ലാതെ ഒരു കുടുംബത്തിൻ്റെ അച്ഛൻ്റെ വിലാപം കേട്ടു, അമ്മയുടെ വിലാപം കേട്ടു, എത്രയോ പ്രതീക്ഷയോടെ അയക്കുന്ന ഒരു പൊന്നു മോനെ ഇത്ര ക്രൂരമായി 130 വരുന്ന കുട്ടികളെ മുമ്പിലിട്ട് 100 വരുന്ന കുട്ടികളെ മുമ്പിലിട്ട് വിചാരണ ചെയ്ത് ആക്രമിച്ച് ബെൽറ്റ് പൊട്ടുന്നവരെ അടിച്ചു എന്നുള്ളതാണ്. ഇവിടെ KSUവിൻ്റെ നേതാക്കന്മാർ അവരോടൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി, ബെൽറ്റ് പൊട്ടുന്നവരെ ഒരു കുട്ടിയെ അടിക്കണമെങ്കിൽ എന്താണ് മനുഷ്യത്വം എന്ന് പറയുന്നത് ഇവർക്കുണ്ടോ? ഇവർ എന്ത് മാനവികതയാണ് പറയുന്നത്? അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കണം എന്ന് പറയുന്ന മാർസിൻ്റെ വാക്കുകൾക്ക് എന്ത് വിലയാണ് ഇവിടെയുള്ളത്? അതിനൊക്കെ ന്യായീകരിക്കുന്ന ആളുകളല്ലേ ഈ നാട്ടിലുള്ളത്? ഇപ്പോൾ TPയുടെ കൊലപാതക കേസിൽ വിധി വന്നിരിക്കുകയാണ്. നമ്മളറിയാം ആ കേസിലെ പ്രതികളെ പോലും CPM ഏത് രൂപത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. അവർക്കെല്ലാം ചെല്ലും ചെലവും കൊടുക്കുകയാണ്. ഈ കേസിൽ പോലും പോലീസ് ഏത് രൂപത്തിൽ നിലപാടെടുത്തു? പോലീസ് പ്രതികളെ പിടിച്ചോ? SFIയുമായി ബന്ധപ്പെട്ട യൂണിയൻ ഭാരവാഹികളാണെന്ന് പറയുമ്പോൾ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നു, അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി സൗകര്യം ഒരുക്കുന്നു. ഇത്ര വിവാദമായിട്ടുള്ള ഈ കേസ് തേച്ച് മായ്ച്ച കളിയായിരുന്നു. ഒരു തർക്കമില്ല. ഈ പ്രതിപട്ടികയിലുള്ള കുട്ടികൾ തന്നെ ഇപ്പോഴും പലരും ഒളിവിലാണ്. കേരള പോലീസിനെ കണ്ണുവെട്ടിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്ക് വരെ നടക്കാൻ കഴിയുകയാണ്. എന്റെ പോലീസ് CPM പ്രതികളായ കേസിനകത്ത് പിടിക്കപ്പെട്ട നമുക്കറിയാലോ. ഓരോ ആളുകളൊക്കെ എപ്പോൾ പിടിക്കുന്നത് നമ്മുടെ മുമ്പിലല്ലേ? ഈ കേസിനകത്ത് CPM പ്രതികൾ അവർക്ക് ഒളി സങ്കേതം ഒരുക്കുന്നതാരാ? അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതാരാ? CPM ഇതുപോലെ ബന്ധപ്പെട്ട ആളുകളാണ്. മാത്രമല്ല വയനാട് ജില്ലയിലെ SFIയുടെ ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇവർ ഒളിവിൽ പോയത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവിടുത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ പൂർണ്ണ പിന്തുണയിലാണ് ആ കോളേജ് പ്രവർത്തിക്കുന്നത്. ക്രിമിനൽ സംഘങ്ങളെ വളർത്തിയെടുക്കുകയാണ്. ആ ക്രിമിനൽ സംഘങ്ങൾ പ്രത്യേകിച്ച് ഒരു വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണെന്ന് പറയുമ്പോൾ നമ്മൾ എത്രയേറെ കേരളം ഇവരൊക്കെയാണോ പഠിച്ച് വരേണ്ട ആളുകൾ, ഈ സമൂഹത്തിന് സേവിക്കേണ്ടവർ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണ്. അങ്ങ് ഒരു അധ്യാപകൻ കൂടിയാണ്. കോളേജ് അധികൃതർ ഭീഷണിപ്പെടുത്തിയെന്ന് കുറച്ചു മുമ്പ് നമ്മളോട് ശ്രീ ജയപ്രകാശ് പറയുന്നത് കേട്ടു. അതിന്റെ ഡീൻ ഉൾപ്പെടെയുള്ള അവിടെയുള്ള സംഘടനയിലെ CPMമായി ബന്ധപ്പെട്ട സംഘടനയിലെ അധ്യാപകന്മാർ ഇതിനുവേണ്ടി എല്ലാ സംരക്ഷണം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. ഈ കുറച്ചു നാളുകൾക്ക് മുൻപ് ഇത് മറ്റൊരു വിദ്യാർത്ഥിയെ ഈ കോളേജിന് പിന്നിലുള്ള കുന്നിൽ കൊണ്ടുപോയി മർദ്ദിച്ച് തിരിച്ചയച്ചു. സമാനമായ സംഭവം ഈ കുട്ടിയുടെ കാര്യത്തിലും ഉണ്ടായി. പിന്നെ അത് പോരാഞ്ഞിട്ടാണ് ഹോസ്റ്റലിൽ നിന്നുള്ള മർദ്ദനം. കോളേജ് അധികൃതർക്ക് ഇത് അറിയാഴികയാണ് എന്ന് പറയാൻ കഴിയില്ല. അല്ല, ഇത്തരം കാര്യങ്ങൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ അറിയണമെന്നില്ല, പക്ഷെ നിരന്തരമായി നടക്കുകയാണെങ്കിൽ അവരറിയും. ഉദാഹരണമായിട്ട് ഇതിപ്പം വേറൊരു പ്രശ്നം ചെയ്യും, വയനാട് ഒരു റിമോട്ട് ഏരിയ ആണല്ലോ. ഇപ്പം ഇത് യൂണിവേഴ്സിറ്റി കോളേജിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല. കാരണം പെട്ടെന്ന് നിങ്ങൾ മീഡിയ മണത്തറിയും. വയനാട് പോലെയല്ല, കോട്ടയം പോലെയുള്ള ഉൾമേഖലകളിലൊക്കെ ഇത്തരം കാര്യം ഇടുക്കിയൊക്കെ നടന്നു കഴിഞ്ഞാൽ അറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ അധ്യാപകരുടെ ഇടയിലാണെങ്കിൽ രണ്ട് പ്രശ്നങ്ങൾ എനിക്കുണ്ട് തോന്നുന്നു. ഒന്ന്, അധ്യാപകർക്ക് പോലും പേടിയുണ്ട്. കാരണം ഒരുപാട് നിയമങ്ങളാണ്. ഏതെങ്കിലും ഇവർക്കെതിരെ ഒരു ശക്തമായ നിലപാടെടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുട്ടീനെ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്താൽ മതി, പഠിപ്പിച്ചാൽ മതി. ആ ഒരു പേടിയുണ്ട്. ഇവരെല്ലാം ഞാൻ പറഞ്ഞത് എൻ്റെ വാപ്പാനെ ജനറേഷൻ അല്ല ഞങ്ങളുടെ ഒന്നും ജനറേഷൻ. അത്രമാത്രം ധൈര്യമൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അത് പേടിച്ചിട്ട് എന്ത് ചെയ്യും? ഒന്നെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ മൗനമായിട്ടിരിക്കും. ഈ പറയുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുള്ള ഇൻസ്റ്റഗ്രാമിൽ ജീവിക്കുന്നവരാണ്. ഒരു വീഡിയോയുടെ ഒരു തുണ്ടെടുത്താൽ ലോകം മുഴുവൻ അവിടേക്ക് ഓടിച്ചെല്ലും. അതിനു പോലും സാധ്യതയില്ലാത്ത എന്ത് ഭയമാണ് അധ്യാപകരെയും കുട്ടികളെയും ഭരിക്കേണ്ടത്? മധു, ഇത് ഇവിടുന്ന് പറയാൻ എളുപ്പമാണ്. ഞാൻ ഇപ്പം അധ്യാപകനായതുകൊണ്ട് അത് ന്യായീകരിക്കുന്നതല്ല. ഇപ്പോൾ ഏത് സെക്ഷനിലാണെങ്കിലും, ഇപ്പോൾ പോലീസാണെങ്കിലും, ഇത് ഫൈനലി എന്താ വരിക എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ കംപ്ലയിൻറ്റ് പുറത്ത് എന്താ വെച്ചാൽ ഇതങ്ങ് മാറും, ഇത് മനസ്സിൽ കിടക്കും. ഇതാണ് അധ്യാപകർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അധ്യാപകർ മാത്രമല്ല, ഗവൺമെന്റ് മേഖലയിലുള്ള പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. ഭയപ്പെട്ടിട്ടില്ല ഈ പ്രതികളെ യഥാർത്ഥത്തിൽ അധ്യാപകന്മാർ ഡീൻ ഉൾപ്പെടെ സഹായിച്ചു. അധ്യാപകന്മാർക്ക് ഭയത്തിൽ നിൽക്കുന്നവർ വേറെയുണ്ട്. പക്ഷെ ഇത് ഭയത്തിന്റെ ഭാഗമല്ല, ഇത് ഏകപക്ഷീയം അവരെ സഹായിക്കാൻ അവർ സംരക്ഷണം ഒരുക്കി ഡീൻ എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഭയപ്പെട്ടിട്ട് മാറി നിൽക്കുന്ന സ്വയം ശപിച്ചു കഴിയുന്ന അധ്യാപകരുണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ എന്തെങ്കിലും കരിയറിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അത് എല്ലാ സെക്ടറിലും ഉണ്ടാവും. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് ഇതിലുള്ളത്. പക്ഷേ ഈ സംഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന 2 സിനിമകളാണ്. ഒന്ന്, നമ്മുടെ മോഹൻലാലിൻ്റെ മോനെ കൊല്ല സൂര്യഗായത്രി എന്നൊരു സിനിമ, കമൽ സാറിൻ്റെ പിന്നെ ഊട്ടോപ്പിയിലേക്കൊരു വഴി, പിന്നെ മൂന്നാമത്തെ 3 ഇഡിയറ്റിലെ ഇത്തരം സീനുകൾ. പക്ഷേ ഇത്തരം വൾഗറാവുന്നില്ല എന്നുള്ള. അപ്പോൾ ഈ 3 സിനിമകൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ ഈ ക്യാമ്പസുകളിലെല്ലാം തന്നെ അധ്യാപകരുണ്ട്. പക്ഷേ സൂര്യകാലത്തിലെ ഹോസ്റ്റലിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ,
അതല്ലെങ്കിൽ മറ്റേ ആ സിനിമയിലെ കമൽസാറിൻ്റെ സിനിമയിലെ ഹോസ്റ്റൽ ആലോചിച്ച് നോക്കൂ. അധ്യാപകരോ മേട്ടറോ എത്ര വിചാരിച്ചാലും വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ഒരു സിവിൽ സൊസൈറ്റി സജീവമായിരുന്നാൽ മാത്രമാണ് ഇത്തരം ഏരിയകൾ അങ്ങയുടെ എനിക്കൊരു വിയോജിപ്പുണ്ട്. അത് നമ്മൾ ഗ്യാങ് ആയി നിൽക്കുന്ന ആ കോളേജിലെ ഗുണ്ടാ സംഘങ്ങളായി നിൽക്കുന്നവരുണ്ടാവും. അവർ ചെയ്യുന്ന ക്യാമ്പസിനകത്ത് അത്തരം റയങ്ങൾ നമ്മളൊക്കെ ക്യാമ്പസ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കേണ്ടതാരാ? അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയാണ്. ആ വിദ്യാർത്ഥി സംഘടന SFI ആണ്. ആ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും SFIയുടെ കോളേജ് യൂണിയൻ ചെയർമാനുമാണ് ഇത് നേതൃത്വം കൊടുക്കുന്ന പറയുമ്പോൾ ആരാണ് അവിടെ? അതാണ് പ്രശ്നം. ഗ്യാങ് വാറല്ല, ഒരു ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടന ഭാരവാഹികളാണ് ഇത് നേതൃത്വം കൊടുക്കുന്ന പറയുമ്പോൾ ഈ വിഷയത്തിൽ അത് തമ്മിൽ ഒരിക്കലും അത് ആ സിനിമയെ ക്ലബ് ചെയ്യേണ്ട വിഷയമേ അല്ല ഇത് എന്നുള്ളതാണ്. യാഥാർത്ഥ്യ സിനിമയേക്കാൾ ഭീകരമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഒരു വിഷ്വൽ വരുമ്പോൾ അവിടെ എന്താ നടന്നത് നമുക്കറിയില്ല. നമുക്ക് കണക്ട് ചെയ്ത് കാണാൻ പറ്റും. എല്ലാ കോളേജുകളും എല്ലാ ഹോസ്റ്റലുകളിലും ഇത്തരം മൂലകളുണ്ട്, ഇത്തരം ഏരിയകളുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ഇടപെടുന്നതിന് മുമ്പ് ഞാൻ വാക്കുന്നത് വിദ്യാർത്ഥികളുടെ സിവിൽ സൊസൈറ്റി, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആ സിവിൽ സൊസൈറ്റി KSUക്കാരുണ്ടാവും, SFIക്കാരന്, ABPക്കാരുണ്ടാവും. പക്ഷെ അത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് മാത്രമാകും എന്ത് ചെയ്യും? അവരുടെ തോന്നിയ പോലെ ചോദിക്കാൻ ആരും ഉണ്ടാവില്ല. അവിടെയാണ് ഗുണ്ടകൾ എമർജ്. അതുകൊണ്ട് എല്ലാ കാലത്തും ഞാനൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ വിദ്യാർത്ഥി സംഘടന നേതാവ്, പിന്നെ പ്രാദേശിക കോളേജ് നേതാവായ സമയത്ത് എല്ലാവരെയും പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്നാണ്. ഞാൻ പഠിച്ച എല്ലാ ക്യാമ്പസുകളും എല്ലാവരും പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന നിലപാട് ഞാൻ എടുത്തിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം ഇല്ലാതെ വന്നാൽ അത് നിങ്ങളുടെ പാർട്ടിയാണെങ്കിലും, ഞാനിപ്പോൾ തിരിച്ച് അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് അനുഭവം, പിന്നെ ഇത്തരം ചർച്ചകൾ പറയുന്ന സ്ഥിരം ചില എക്സാമ്പിൾസ് ഉണ്ട്. വേണമെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നില്ല എന്ന് വെച്ചാൽ അത് പറയേണ്ട വേദിയല്ല ഇത് നാളെ ആക്കി വരാൻ പറ്റുന്ന അവസ്ഥയാണ്. രാഷ്ട്രീയ സംഘടനയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം കൊടികുത്തിയാൽ തങ്ങളുടെ അഭിമാനമാണ് നിലം പറ്റുന്നത് എന്ന് പോലും വിചാരിച്ച് വശായിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അത്രമേൽ ദുരഭിമാനം ഭരിക്കുകയാണ്. അവിടെയാണ് ഈ ഏകപക്ഷീയമായ വളരെ സ്വേച്ഛാധിപത്യപരമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോവുകയും വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് പോവുകയും ചോദിക്കാൻ ഒരാളില്ലാത്ത ഇടത്ത് ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. ശ്രീ ജയചന്ദ്രൻ, അങ്ങ് പറഞ്ഞു കൃത്യമായ അന്വേഷണം വേണം, കൃത്യമായ നടപടി വേണം, ആരാണ് ഈ പ്രാകൃത കുറ്റകൃത്യം ചെയ്തതെങ്കിലും നടപടി വേണം എന്നൊക്കെ മുഖ്യമന്ത്രി ഇന്ന് പ്രത്യേക അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുമൊക്കെയുണ്ട്. പക്ഷേ ശ്രീ ജയചന്ദ്രൻ, 18-ാം തീയതിയാണ് ഈ കുഞ്ഞ് മരിക്കുന്നത്. ഇന്നലെയാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയവരിൽ ആദ്യത്തെ അറസ്റ്റ് ഉണ്ടാകുന്നത്, 6 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും ദിവസം നമ്മുടെ പോലീസും സംവിധാനവും എന്തു ചെയ്യുകയായിരുന്നു എന്നതൊരു ചോദ്യമല്ലേ? പോസ്റ്റ്മോർട്ടം നടപടിക്രമം കഴിഞ്ഞിട്ട് പോലും മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് നല്ല ബോധ്യം, രേഖയടക്കം തെളിവടക്കം നിയമ സംവിധാനത്തിന് മുകളിൽ വന്നിട്ടും ഈ പ്രതികൾക്കൊക്കെ സുരക്ഷിതമായി പോയൊളിക്കാനുള്ള സാവകാശം എങ്ങനെ നമ്മുടെ നിയമം അനുവദിച്ചു കൊടുത്തു? അത് പോലീസാണ് സുരക്ഷിതത്വം ഒരുക്കിയത് എന്നുള്ളത് താങ്കളുടെ അഭിപ്രായമാണ്. താങ്കൾക്ക് അങ്ങനെ അഭിപ്രായപ്പെടുന്നതിനൊന്നും എനിക്ക് എതിർക്കാൻ കഴിയില്ല, ഞാൻ അതിനോട് വിയോജിക്കുന്നുമില്ല. പക്ഷേ പോലീസിൻ്റെ പണി പ്രതികൾക്ക് ഒളിത്താവളം സുരക്ഷിതത്വം ഒരുക്കലാണോ? ഇവിടെ അങ്ങനെയാണോ നമ്മൾ കരുതേണ്ടത്? ഞാനും ചോദിക്കുന്നത് ശ്രീ ജയചന്ദ്രൻ, 18-ാം തീയതി ഒരാൾ മരിക്കുന്നു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ട് തന്നെ ദിവസങ്ങളാകുന്നു, ആദ്യത്തെ അറസ്റ്റ് ഉണ്ടാകുന്നത് ഇന്നലെ മാത്രമാണ്. ഇതുവരെ എന്തു ചെയ്യുകയായിരുന്നു? ഞാനത് പറയാം മധു, പ്ലീസ്. ഞാനത് പറയുകയാണല്ലോ, ഞാനത് എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണല്ലോ. അതിനോടൊപ്പം അത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുള്ളത്, ഇപ്പോൾ റിജിൽ സംസാരിച്ചപ്പോൾ SFI എന്ന വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച് വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സാമാന്യവൽക്കരണം നടത്തി. പിന്നെ അതിനോട് റിജിൽ എനിക്ക് വിയോജിക്കാനേ കഴിയൂ. എന്താണെന്നറിയാമോ? മറ്റൊന്നും കൊണ്ടല്ല, പിന്നെ ഇതിനകത്ത് SFIയെ പരമാവധി ഞാൻ എതിർത്ത് തന്നെയാണ് ഈ ചർച്ചയിൽ അഭിപ്രായം പറയുന്നത്, SFI പ്രവർത്തകരായിട്ടുള്ള ആരെയും സംബന്ധിച്ച്. പക്ഷെ താങ്കളത് പറയുമ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് തികട്ടി വരും. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് എന്താണെന്നറിയുമോ? ഒറ്റ കുത്തിനാണ് ധീരജിനെ നിഖിൽ പൈലി കൊല്ലുന്നത്. അതിനുശേഷം കേരളത്തിലെ PCCയുടെ പ്രസിഡന്റ് പറഞ്ഞ എന്താണ്? ഇരന്നു വാങ്ങിയ മരണം. റിജിൽ ഉൾപ്പെടെ ആരെങ്കിലും അതിനെ താങ്കളങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നൊരു അഭിപ്രായം പറയാൻ ഇന്നേ വരെ തയ്യാറായിട്ടുണ്ടോ? ഇരന്നു വാങ്ങിയ മരണമാണോ അത്? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇക്കാര്യത്തിൽ താങ്കൾ ഉന്നയിച്ച ധാർമ്മിക രോഷം, സംഘടനാപരമായ വിമർശനം, അതൊക്കെ ഞാനത് ഉൾക്കൊള്ളുന്നു. അപ്പോൾ തന്നെ താങ്കളിങ്ങനെ കണ്ണടച്ച് നിശിതമായി വിമർശിക്കുമ്പോൾ മാർക്സിസത്തിനെ വരെ ആക്രമിച്ചുകൊണ്ടാണല്ലോ താങ്കളത് പറയുന്നത്. മാർക്സിസത്തിൻ്റെ തിയററ്റിക്കൽ ഇഷ്യൂസിനെ വരെ, അല്ലെങ്കിൽ ആ ഫിലോസോഫിക്കൽ ഇഷ്യൂസിനെ വരെ എടുത്തു കാണിച്ചുകൊണ്ട് താങ്കൾ പറയുന്ന വാദഗതികളുണ്ടല്ലോ, അതൊക്കെ പിന്നെ വിമർശിക്കാനോ വിയോജിക്കാനോ അറിയാഞ്ഞിട്ടല്ല, ഈ ചർച്ച അതിനുള്ള വേദി അല്ലാത്തതുകൊണ്ടാണ്. കാരണം ആ സമയത്ത് ജയപ്രകാശ് ഇരിപ്പുണ്ടായിരുന്നു നമ്മളുടെ ചർച്ചയിൽ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോടാണ് എൻ്റെ അനുതാപം മുഴുവനും എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അന്നേരം പറയാതിരുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചർച്ചയിലില്ല. അതുകൊണ്ട് തന്നെ താങ്കളിപ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ അത് പറയാതെ പോകാനും കഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ജനറലൈസ് ചെയ്യുന്ന എത്രത്തോളം ആശാസ്യമാണ് ഒരു രാഷ്ട്രീയ നേതാക്കൾ എന്നുള്ളത് താങ്കളെപ്പോലുള്ള യുവ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് ആലോചിക്കേണ്ടത്.
അത് നമ്മുടെ സമൂഹത്തിന് ചേർന്ന പ്രതികരണമാണോ PCC പ്രസിഡന്റ് നടത്തിയത്? അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും PCCയുടെ ഫോറങ്ങളിലോ അടക്കമുള്ള മറ്റു വേദികളിലോ ജയചന്ദ്രൻ അത് അങ്ങ് പറഞ്ഞു തീർക്കാനുള്ള മുഴുവൻ സമയവും ഞാൻ തന്നിരിക്കുന്നു. അല്ല, അത് പറയേണ്ടതുമാണ്. പക്ഷെ ആ ചോദ്യത്തിന് മറുപടിയിലേക്ക് വരണം. ഏതാണ് മധു? അതാണ്, അതായത് രാഷ്ട്രീയമായ റിജിലുള്ള മറുപടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ധീരജിന്റെ ചോരയോടും കേരളത്തിന്റെ ഒരു തരത്തിലും അതിനോടും താതാത്മ്യം ചെയ്യപ്പെടാൻ കഴിയുന്നതല്ല. പക്ഷെ അതുകൊണ്ട് ഇനി ആ പ്രസ്ഥാനത്തിന് ആരെ വേണമെങ്കിലും കൈവെക്കാം എന്നൊരു ലൈസൻസ് ഒന്നും അതുകൊണ്ട് കിട്ടുന്നില്ലല്ലോ. അല്ല, മാധുവിൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ മറുപടി പറഞ്ഞില്ലല്ലോ. അപ്പം താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ ആവർത്തിച്ച് എൻ്റെ നിലപാട് അതുതന്നെയാണ്. ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നും ഒരു പോലീസിനും ഒരു സ്റ്റേറ്റ് പോലീസിനും രക്ഷപ്പെടാൻ കഴിയില്ല മാധു. അത്ര കർക്കശമാണ് സുപ്രീം കോടതി 2009 ഗൈഡ് ലൈൻസ് ഈ ആൻറ്റി റാഗിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മതി. അത് നമുക്ക് അതിനകത്ത് മനസ്സിലാവും എത്രത്തോളം കർക്കശമാണ് ആ നിയമങ്ങൾ, ആ ഗൈഡ് ലൈൻസ്. അത് അതേപടിയാണ് UGC അപ്ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ARCകൾ ഉണ്ടാകുന്നത് എല്ലാ ക്യാമ്പസുകളിലും. അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങളെ ഒരു സർക്കാരിനും അവരുടെ ഒരു പോലീസിനും ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്കോ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കോ നിരാകരിക്കാനോ നിഷേധിക്കാനോ കഴിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ താമസിപ്പിക്കാൻ കഴിഞ്ഞേക്കുമായിരിക്കും താങ്കൾ ആരോപിച്ചതുപോലെ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോടൊന്നും വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുകയും ചെയ്യാം അവരെ പോലീസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ അതൊന്നും നടക്കില്ല. ഈ ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി ഇതിന് മുകളിൽ ഇങ്ങനെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് തന്നെ നിൽക്കുമ്പോൾ അതിന് എത്രയോ നിരാകരിക്കാനോ നിഷേധിക്കാനോ കഴിയില്ല. പക്ഷെ നമ്മുടെ കേരള പോലീസിന് നിസ്സംഗത കാണിക്കാൻ കഴിയും. അത് പ്രതികൾക്ക് സാവകാശം നേടിക്കൊടുത്തിട്ടുണ്ടോ എന്നൊരു ആശങ്കയാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. മറുപടി ശ്രീമതി മാധു, എനിക്കതിനകത്ത് പറയാനുള്ളത് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ്, ഇപ്പോൾ നേരത്തെ മാധുവിനോട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് ഭയമാണ്. ആ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതുപോലെ SFIയുടെ കോട്ടയായി അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇത്തരം സംഭവം. കൊലപാതകത്തെ ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ആ കൊലപാതകത്തിൽ പോലും അന്നത്തെ ഇടുക്കി SP സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് എങ്ങനെ നടന്നു. 30ഓളം ആളുകൾ ചേർന്ന് ആക്രമിക്കുമ്പോഴുണ്ടായ സംഭവമാണ്. ഞങ്ങളാരും ആ കൊലപാതകത്തിനകത്ത് നിഖിൽ പൈലി തന്നെ കൊന്നുവന്ന് യഥാർത്ഥത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വരേണ്ട കാര്യമാണ്. അത് അന്വേഷിക്കേണ്ട വിഷയമാണ്. ഞാൻ പറയുന്നത് അല്ല, ഞാൻ പറയട്ടെ മാധു, ഒരിക്കലും ഒരു കൊലപാതകത്തെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് പറഞ്ഞ് പിണറായി വിജയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കേസിനകത്ത് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന കൊലപാതകം അത് കൃത്യമായി CBI ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് പറയാൻ കാരണം ആ അന്വേഷണത്തിനകത്ത് അന്നത്തെ ഇടുക്കി SPയുടെ സ്റ്റേറ്റ്മെന്റ് മാധു കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് പറഞ്ഞത് എന്നുള്ളത്, എങ്ങനെയാണ് അവിടെ സംഘർഷം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഒരു കൊലപാതകം SFIയുടെ കോട്ടകൾക്ക് പ്രവർത്തിക്കാൻ പോയ അവിടെ ഭീകര ആക്രമണമാണ്. അതിന്റെ ഭാഗമായി ഇത്തരം സംഭവങ്ങൾ പല സ്ഥലത്തും നടക്കുന്നു. ഒരു ക്യാമ്പസിന് ഇതുപോലെ KSUക്കാർ ഇതുപോലെ ഈ രൂപത്തിൽ ആക്രമിക്കപ്പെടുന്ന ഒരു ക്യാമ്പസ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അവിടെയൊക്കെ ഇരകൾ ഞങ്ങളാണ്. പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്ത, രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്ത ഇടങ്ങൾ, ക്യാമ്പസുകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് പരസ്യമായ കാര്യമാണ്. അത് കേരളത്തിലെ ജനാധിപത്യ ബോധത്തിന് നിരക്കുന്നതാണോ എന്ന് ചോദിക്കേണ്ടതുണ്ട് പരസ്പരം. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ കൂടെ നമ്മളിൽ പലർ വിശ്വസിച്ച് സ്കൂളുകളിലേക്ക്, വിദ്യാലയങ്ങളിലേക്ക്, ക്യാമ്പസുകളിലേക്ക് അയക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ജീവന് പോലും സുരക്ഷയില്ല നാട്ടിലെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ആര് എന്നുകൂടി ഈ സംവിധാനം ഒന്ന് പറഞ്ഞു തരണം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.